സംസാരിക്കാൻ പറയൂ പറ്റും. പറയൂ പറയൂ, കേൾക്കാൻ ഓക്കെ ഞങ്ങൾക്ക് ഓക്കെ താല്പര്യമുണ്ട്, പറയൂ. ഓക്കെ. ഇന്നലെ എൻ്റെ അടുത്ത് ചോദിച്ചത് ഇതിനുള്ളിൽ ഗ്രൂപ്പീസ് ഉണ്ടോന്നാണ്. അങ്ങനെയാണോ എൻ്റെ അടുത്ത് ചോദിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഫേവറിസം കാണിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഹോസ്റ്റ് എന്നോട് ചോദിച്ചു എന്നാണ്. ഞാൻ അന്നേരം പറഞ്ഞു ഞാൻ ഗ്രൂപ്പിലെ കാര്യമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. 2 പ്രാവശ്യം പറഞ്ഞു. 2 പ്രാവശ്യം ഞാൻ അതിന്റെ ഉത്തരം പറഞ്ഞു. ഞാൻ ഗ്രൂപ്പിലെ കാര്യമാണ്, ഞാൻ ഒരിക്കലും നിങ്ങളുടെ പുറത്തുള്ള കാര്യമല്ല പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് വീണ്ടും ചോദിച്ചു ഫേവറിസം ഉണ്ടോ എന്ന് ചോദിച്ച്. അപ്പൊ ഞാൻ സംസാരിക്കാൻ വേണ്ടി വന്നപ്പോൾ കുറച്ച് ഇൻട്രക്റ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ടി വന്നു. കാരണം എനിക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെട്ടു. സംസാരിക്കാൻ വേണ്ടി വന്നപ്പോൾ വീണ്ടും സംസാരിക്കാൻ പറ്റാത്തൊരവസരത്തിലേക്ക് പോയി, വീണ്ടും മ്യൂട്ട് ആക്കേണ്ടി വന്നു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വന്നപ്പോൾ എനിക്ക് ആ സമയത്ത് നമ്മുടെ മനുഷ്യനല്ലേ, എന്റെ ഭാഗത്ത് നിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായി, ഞാനത് അക്സെപ്റ്റ് ചെയ്യുകയാണ്. ആ ഒരു സമയത്ത് എന്റെ വോയിസ് കുറച്ച് റൈസ് ആയി പോയി. ചില സമയങ്ങളിൽ ചില മനുഷ്യർക്ക് ഉണ്ടാകുന്ന കണക്കുള്ള ഒരു ദേഷ്യം, ഞാനത് വോയിസ് റൈസ് ആയിട്ട് സംസാരിച്ചു. അതങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. അത് എന്റെ ഭാഗത്ത് നിന്നൊരു മിസ്റ്റേക്ക് ആണ്, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. ആദ്യം തന്നെ ഞാൻ സോറി പറയുകയാണ്. പ്രേക്ഷകരും കേൾക്കുന്നുണ്ടെങ്കിൽ പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ്, ആ ഒരു സമയത്ത് സംസാരിച്ചത് മോശമായി പോയി. വോയിസ് റൈസ് ആയത്, അല്ലെങ്കിൽ എനിക്ക് അതിന്റെ കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ആ കൂടുതൽ വോയിസ് ഇങ്ങനെ റൈസ് ആയപ്പോൾ പിന്നീട് എനിക്ക് അവസരം കിട്ടിയില്ല സംസാരിക്കാൻ. പിന്നെ എനിക്ക് അവസരം തന്നതുമില്ല. ഞാൻ പറഞ്ഞു ഞാനത് ക്ലിയർ ചെയ്യാം, എന്താണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പിന്നീട് അവസരം തരത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങളോട് ഇനി സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോയി. എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. അതാണ് അവിടെ സംഭവിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഭാഗത്ത് നിന്ന് വളരെ മിസ്റ്റേക്ക് സംഭവിച്ചു. ഓക്കെ ഡേവിഡ് ഇവിടെ പറഞ്ഞു കേട്ടു, ഇവിടെ ഫേവറിസം കാണിക്കുന്നുണ്ട്. ഫേവറിസം കാണിക്കാൻ 100 കണക്കിന് തെളിവുകൾ ഡേവിഡിന്റെ കയ്യിലുണ്ടെന്ന്. ഉള്ള തെളിവുകളൊന്ന് കാണിക്കാൻ പറ്റും? ഇപ്പൊ അതിനകത്ത് ഞാൻ കാണിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് കാണാൻ തയ്യാറായിരുന്നു. ആ ഫേവറിസം കാണിച്ച തെളിവുകളൊന്ന് കാണിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞത് നമ്മുടെ ഷോയിലെ നമ്മൾ ഫേവറിസം കാണിക്കുന്നുണ്ട്, അതിന് 100 തെളിവുകൾ. അല്ലാതെ ഡേവിഡ് പറയട്ടെ. ആരുവി ഞാൻ അങ്ങോട്ട് വരാം. ആരുവിയും വിളിക്കുന്നുണ്ട്, ദാനിഷിനെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരായിട്ട് സംസാരിക്കുന്ന കാര്യമൊക്കെ വരുന്നുണ്ട്. ആരുവി ഇപ്പൊ തൽക്കാലം വിട്ടി, ഡേവിഡ് പറയട്ടെ. ഓക്കെ. ഫേവറിസം എന്ന് എനിക്ക് തോന്നിയത്, ഹോസ്റ്റ് നിഷ്പക്ഷമായിട്ട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഹോസ്റ്റ് മിസ്സസ് ആരുവി തോന്നുന്നു കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന്, അവിടെ മിസ്സസ് എന്ന് പറഞ്ഞ ആരുവി. ഓക്കെ. ആരുവി പല കാര്യത്തിലും ഒരു പ്രാവശ്യം ഞാനും പ്രിൻസുമായിട്ട് ഒരു സംസാരം ഉണ്ടായി. ഞാൻ വീണ്ടും പറയാണ്, അത് ഇനിയിപ്പോ അത് പറയണ്ടെന്ന് വിചാരിച്ചൊരു കാര്യമാണ്, ചോദിച്ചുകൊണ്ട് പറയാണ്. അന്നൊരു ജോലി പറയാനുള്ള പറയൂ. തെളിവുകളെല്ലാം നിരത്തി 100 കണക്കിന് തെളിവുണ്ട്. തെളിവുകളെല്ലാം കൊണ്ടുവരണം. ഇനി ചിലപ്പോൾ ഇതുപോലെ അവസരം ഡേവിഡിന് കിട്ടിയെന്നിരിക്കത്തില്ല. മനസ്സിലായോ? ഡേവിഡിന് ഇതുപോലെ അവസരം ഡേവിഡിന് കിട്ടിയതില്ല. അതുകൊണ്ട് ഡേവിഡിന് പറയാനുള്ള എല്ലാ തെളിവുകളും നിരത്തണം അവിടെ. അതെ. ഞാനത് പറഞ്ഞോളാം. ഞാൻ കുറച്ച് കാര്യങ്ങളായിട്ട് സംസാരിച്ചോളാം. കുറച്ച് കാര്യങ്ങളായിട്ട് സംസാരിച്ച് നിർത്താം. അപ്പൊ എനിക്ക് ഒരുപാട് സംസാരിക്കണം താല്പര്യമില്ല, അതുകൊണ്ടാണ്. പിന്നെ അന്നൊരു പ്രാവശ്യം എന്നെയും പ്രിൻസിനെയും കൂടി ഹോസ്റ്റ് വിളിച്ച് സംസാരിച്ചു. അപ്പൊ ഞാൻ ആദ്യത്തെ ദിവസം എനിക്ക് അവസാനം ആണ് ഈ ഒരു സംസാരിക്കാനുള്ള ഒരു ടൈം കിട്ടിയത്. അപ്പൊ അവസാനം സംസാരിച്ചപ്പോൾ ഞാൻ ഈ കാര്യം ഉന്നയിച്ചു, ഒരു ജോലിയുടെ കാര്യം ഇങ്ങനെ സംസാരിച്ചു എന്നുള്ള കാര്യം ഉന്നയിച്ചപ്പോൾ ഇപ്പൊ സംസാരിക്കാൻ സമയമില്ല, അപ്പൊ ഇനി സമയമില്ല എന്ന് പറഞ്ഞ ഹോസ്റ്റ് എനിക്ക് ടൈം തന്നില്ല. ശനിയാഴ്ചയാന്ന് തോന്നുന്നു ഒരു ദിവസം. പിന്നീട് സംസാരിക്കാന്ന് പറഞ്ഞു. ശരി, ഓക്കെ, അടുത്ത ദിവസം സംസാരിക്കാന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഞായറാഴ്ച വന്നു സംസാരിക്കുന്നതിനിടയിൽ പ്രിൻസിന് സംസാരിക്കാനുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു ഓൾറെഡി. അപ്പോൾ ഒരുപാട് പ്രാവശ്യം ആ സമയത്ത് ഇയാളെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടു ഒരുപാട് പ്രാവശ്യം. അത് ഒരു ഇറസ്പെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഒരുപാട് പ്രാവശ്യം അയാൾ ചൂടാവുകയും, അപ്പൊ ഹോസ്റ്റ് അവിടെ ഇടപെട്ടിട്ടില്ല, സംസാരിക്കാനുള്ള അവസരം കൊടുത്തു. അദ്ദേഹം ഒരുപാട് നേരം സംസാരിച്ചു. പിന്നീട് എന്റെ ടേണിൽ എനിക്ക് സംസാരിക്കാൻ അവസരം തന്നപ്പോൾ അതിൽ ഇന്ററപ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രിൻസ് ശ്രമിച്ചു. അതിലും ഹോസ്റ്റ് ഇടപെട്ടൊന്നും ഞാൻ കണ്ടില്ല. അദ്ദേഹം കുറെ നേരം കൊണ്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ അവസരം കഴിഞ്ഞു, ഇതെന്റെ അവസരമാണ്, ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നീ മിണ്ടണ്ടെന്ന് ഞാൻ പറഞ്ഞു. ശരിയാണ്, അയാളെടുത്ത് നീ ഇനി മിണ്ടരുതെന്ന് പറഞ്ഞു. അപ്പൊ നീ എന്ന് പറഞ്ഞപ്പോൾ ഹോസ്റ്റ് ഇടപെട്ടു. ആ സമയത്ത് അതുവരെ ഇടപെടാത്ത ഹോസ്റ്റ് ഇടപെട്ടിട്ട് എന്നെ കൊണ്ട് സോറി പറയിച്ചു. ഞാൻ അക്സെപ്റ്റ് ചെയ്തു, സോറി പറഞ്ഞു. അതെനിക്ക് വളരെ ഫേവറിസമായിട്ട് തന്നെ തോന്നി. കാരണം എന്തുകൊണ്ടാണ് പ്രിൻസ് അത്രയും കാര്യങ്ങൾ സംസാരിച്ചിട്ട് എന്തുകൊണ്ടാണ് ഹോസ്റ്റ് ഇടപെടാഞ്ഞത്? അല്ലെങ്കിൽ ഹോസ്റ്റ് എന്തുകൊണ്ടാണ് ജോലിയുടെ കാര്യം ചോദിച്ചിട്ട് എന്തുകൊണ്ടാണ് ഹോസ്റ്റ് ആ കാര്യങ്ങൾ സംസാരിക്കാഞ്ഞത്? ആ ഒരു കാര്യത്തിൽ സംസാരിച്ച് ക്ലിയർ ചെയ്തില്ല. എന്നിട്ട് അത് ധനുഷ് ഹോസ്റ്റ് പുള്ളിക്കാരൻ സംസാരിച്ചു. അരുവി ആ കാര്യത്തെക്കുറിച്ച് അന്ന് തന്നെയാണ് ഏറ്റവും നല്ല മികച്ച ക്യാപ്റ്റനുള്ള അദ്ദേഹത്തിനെ അപ്രിഷിയേറ്റ് ചെയ്യുകയും തിരഞ്ഞെടുക്കുകയും ചെയ്ത് ഏറ്റവും നല്ല വ്യക്തിയാന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അതിലൊന്നും പ്രശ്നമില്ല. പക്ഷെ ആ ഒരു കാര്യത്തിലും
അങ്ങനെ അങ്ങനെ ചെയ്തത് എനിക്കത് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. അങ്ങനെ പല കാര്യങ്ങളിലും പ്രിൻസിന് ഓക്കെ ഓക്കെ, താങ്കൾ ഒരു സംഭവം എടുത്ത് നിരത്തി, ഞാൻ അങ്ങോട്ട് വരാം. ബാക്കി 99 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? 100 കണക്കിനാണല്ലോ കിടക്കുന്ന കാര്യങ്ങൾ. ഞാൻ പറഞ്ഞത് പല കാര്യത്തിലും എനിക്ക് സംശയങ്ങൾ തോന്നുന്നതാണ് പറഞ്ഞത് കേട്ടോ. അല്ലാതെ ഞാൻ തെളിവുകൾ 100 കണക്കിന് തെളിവുകൾ ഉണ്ട് എന്ന് സംസാരിക്കാൻ ഞാൻ പറഞ്ഞതിൽ വ്യക്തം എനിക്ക് കുറച്ച് സംശയങ്ങൾ ഇതിനകത്ത് വന്നു എന്നാണ്. അതാണ് ഞാൻ മീൻ ചെയ്തത്. ഡേവിഡ് ഇന്നലെ പറഞ്ഞ കാര്യം 100 തെളിവ് കാണിക്കാനാ പറഞ്ഞത്. അല്ല ആ 100 തെളിവ് ഇവിടെ കാണിക്കണം. അത് കഴിച്ച് ഡേവിഡ് പോയാ മതി. ഓക്കെ ശരി, ഓക്കെ. അല്ല, ഹോസ്റ്റിനെ സംബന്ധിച്ച് എനിക്ക് ഞാൻ ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് പുള്ളിക്കാരി പല കാര്യങ്ങളിലും കഴിഞ്ഞ ഒരു കാര്യത്തിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ, നമ്മളുടെ റാഷ ഡിസൂസ, ഡിസൂസ എന്നില്ല, റാഷ വാക്കൗട്ട് ചെയ്തു. റാഷയോട് പറഞ്ഞു, റാഷയുടെ അഭിപ്രായം പറയാൻ പറഞ്ഞു. റാഷ ഗെയിമിനുള്ള കാര്യമാണ്, അഭിപ്രായമാണ് പറഞ്ഞത്. റാഷയുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഞങ്ങൾ ഹോസ്റ്റ് ഡേവിഡിന്റെ അടുത്ത് ഡേവിഡിന്റെ കാര്യം ചോദിക്കുമ്പോൾ ഡേവിഡിന്റെ കാര്യം പറഞ്ഞാൽ മതി. ഡേവിഡിനുണ്ടായ ബുദ്ധിമുട്ടുകൾ, റാഷയുടെ കാര്യങ്ങൾ സംസാരിക്കാൻ, കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾ ടാസ്ക് പ്ലാനിലുണ്ട്. അതിന്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ ചെയ്യാൻ താങ്കൾ പോകണ്ട. അതിന്റെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കുന്നുണ്ട്. താങ്കൾക്ക് അനുഭവപ്പെട്ട ഫേവറിറ്റിസം എന്താണെന്നാണ് താങ്കളോട് പറയേണ്ടത്. താങ്കൾ ഡൈവേർട്ട് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. അല്ല, ഞാനത് ഫേവറിസം തന്നെയാണ് പറയുന്നത് ശ്രീരാജ് ഹോസ്റ്റ്. ഞാൻ അത് തന്നെയാണ് പറയുന്നത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം ഇന്നലെ ആ വ്യക്തിയെ കൊണ്ട് സോറി പറയിപ്പിക്കാൻ ശ്രമിച്ചു. അത് എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. കാരണം അതുകൊണ്ട് കൂടിക്കൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത്. ഇന്നലെ അദ്ദേഹം ഗെയിമിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. എന്തായാലും അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ചോദ്യം ചെയ്തിട്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് അങ്ങനെ, അത് ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണോ, അല്ലെങ്കിൽ ആ വ്യക്തിയെ കുറിച്ച് കൂടുതലായിട്ട് ആ വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണോ, എന്തുകൊണ്ടാണ് റാഷയെ വിളിച്ച് സോറി ഡേവിഡ്, ഞാൻ ഇതൊരു കണ്ടസ്റ്റന്റിന്റെ പേരെടുത്ത് പറഞ്ഞ് ഡേവിഡിനോട് പറയാം. ജിതിൻ ഇവിടെ ഫസ്റ്റ് ടൈം ക്യാപ്റ്റനായ വ്യക്തിയാണ്. ഇത്രയേറെ ഞങ്ങൾ വിമർശിച്ച മറ്റൊരു വ്യക്തിയില്ല. അദ്ദേഹത്തിനെ വിമർശിച്ചപ്പോൾ അദ്ദേഹത്തിന് ആദ്യം പറയാൻ വോയിസ് പോലും ഞങ്ങൾ കൊടുത്തില്ല. മലപ്പുറം കൊടുക്കാൻ അത് ഞങ്ങൾ ഗെയിമിന്റെ ഭാഗമായിരുന്നു. മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യാന്നുള്ള ഗെയിമിന്റെ ഭാഗം തന്നെയായിരുന്നു. ഞങ്ങൾ പ്ലാൻ ചെയ്ത് തന്നെയായിരുന്നു. പിന്നീട് പല അവസരങ്ങളിലും അദ്ദേഹത്തെ ഇറിറ്റേറ്റ് ചെയ്തു. പക്ഷെ അദ്ദേഹം തിരിച്ചു വന്നൊരു വരവുണ്ട് ഈ ഹൗസിൽ. താങ്കൾക്ക് അതിനെ കുറിച്ച് അറിയുമോ? അപ്പം അദ്ദേഹം പറയണമല്ലോ ഞങ്ങൾ ഫേവറിറ്റിസം കാണിച്ചെന്ന്. ഒരക്ഷരം ഉണ്ടാകുന്ന ഗെയിം. കാര്യം അദ്ദേഹം അച്ചടക്കമായിട്ട് ഇവിടെ നിന്ന് ഗെയിം കളിച്ചു. മറ്റുള്ള കണ്ടസ്റ്റൻസ് എല്ലാം മനസ്സിലായിട്ടുണ്ട്. താങ്കൾക്ക് മാത്രമല്ല, താങ്കൾ ഷോയ്ക്കാണോ അതീതനാണോ? അതോ താങ്കൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന പറഞ്ഞ് എല്ലാവരെയും കയറി ഭരിക്കാമെന്നാണോ? താങ്കൾ അതിന്റെ ഹുങ്കാണോ കാണിക്കുന്നത്? താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഷോയിൽ നിങ്ങൾ വന്നപ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഷോയിൽ വന്നിരിക്കുന്നത്. താങ്കൾ അതൊക്കെ ചെയ്യുന്നുണ്ടോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം ഞാൻ ചോദിക്കുന്ന മറുപടി പറയൂ. ഈ ജിതിൻ എന്ന് പറഞ്ഞ വ്യക്തിയെ, ഫസ്റ്റ് ടൈം ക്യാപ്റ്റൻ ആയിരുന്ന വ്യക്തിയെ ഞങ്ങളിവിടെ ഒരുപാട് അദ്ദേഹത്തിന് കോണറൈസ് പറഞ്ഞിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പറയാൻ വോയിസ് പോലും കൊടുത്തിട്ടില്ല, ഒരക്ഷരം മിണ്ടിയിട്ടില്ല. 2-3 എപ്പിസോഡുകളായിട്ട് 2-3 വീക്കെൻഡായിട്ട് അദ്ദേഹത്തിന് മിണ്ടാൻ അവസരം കിട്ടിയിട്ടില്ല. ആദ്യം ഷോയെ മാനിക്കാൻ പഠിക്കുക, ഷോ ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാൻ പഠിക്കുക. താങ്കളോട് കടന്നു വരാം. താങ്കളോട് കടന്നു വരാം. മ്യൂട്ട് ചെയ്യൂ താങ്കൾ. ഇതിനകത്ത് നേരത്തെ വരാതിരുന്ന ആൾക്കാർ തിരിച്ചു വന്നിട്ടുണ്ടോ നോക്കണം. ആസിഫ് എത്തിയിട്ടുണ്ടോ? ആസിഫ് എത്തിയിട്ടില്ല. ഓക്കെ, നോക്കാം. അശ്വതി എത്തിയിട്ടുണ്ടോ? അശ്വതി എത്തിയിട്ടുണ്ടോ? അശ്വതി എത്തിയിട്ടുണ്ടോ? ഓക്കെ. അശ്വതി, ഇത് പറഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞത് കൊണ്ടാണെങ്കിലും മൈനസ് ഉണ്ട്. മൈനസ് വാങ്ങിച്ചേ പറ്റൂ. കാര്യം എല്ലാ കണ്ടസ്റ്റൻസും മൈനസ് കൊടുക്കുന്നുണ്ട്. മനസ്സ് വെച്ചിട്ടുണ്ടോ? മനസ്സ് വെച്ചിട്ടുണ്ട്. മനസ്സ് മൈനസ് ഉണ്ട്. അതായത് 3 മണിക്ക് കയറാത്തത് മൈനസ് ഉണ്ട്. മൈനസ് സ്വീകരിച്ചോളൂ കേട്ടോ. താരേഷ് നായർ എത്തിയിട്ടുണ്ടോ? താരേഷ് നായർ എത്തിയിട്ടുണ്ടോ? ഓക്കെ. അതിനെ കുറിച്ച് സംസാരിക്കാം. മൈനസ് കുറിച്ച് സംസാരിക്കാം. കാര്യങ്ങൾ കടന്നോട്ടെ. അപ്പം ഡേവിഡിന്റെ കാര്യം എടുക്കുന്നതായിരിക്കും. ഡേവിഡ് അവിടെ പെൻഡിങ് നിൽക്കുക. വേറെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാണ്ട് ഡേവിഡ് അവിടെ പെൻഡിങ് നിൽക്കുക. കഴിഞ്ഞ ആഴ്ച 2 വൈൽഡ് കാർഡ് കിട്ടി ആഘോഷിച്ച് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. 2 വൈൽഡ് കാർഡ്. 1 മൻസു, 2 താരാനായർ.
എന്താണ് അവർക്ക് ഈ ഷോയെ കുറിച്ച് പറയാനുള്ളത്? അവരെ ഈ ഹൗസിൽ എങ്ങനെയായിരുന്നു അവരെ നിന്നത് എന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. മനസ്സ് എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച ഈ വൈൽഡ് കാർഡായിട്ട് വന്നെ താങ്കളുടെ പെർഫോമൻസ് എങ്ങനെയാണ്, സ്വയം എങ്ങനെ വിലയിരുത്തുന്നു? ഹലോ മനസ്സു വീഡിയോ ഓൺ ചെയ്ത് പറയൂ. താങ്കൾ ഈ ഹൗസിൽ വന്നിട്ട് താങ്കളുടെ ഈ ഹൗസിലെ അനുഭവം താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? എന്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഇത് മറ്റേ കുഴപ്പമൊന്നുമില്ല, നന്നായി പോണു. അത്രേ ഉള്ളോ? വേറെ ഒന്നുമില്ലേ പറയാൻ? ഇപ്പൊ എന്നിട്ട് ഇതിലിപ്പോ ഫുള്ള് മറ്റേ വലിയ എന്നെ കൊണ്ടാവുന്ന രീതിയിലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടൊന്നുമില്ല. എന്റെ വർക്കിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ട് അല്ലാത്ത സമയങ്ങൾ ആക്റ്റീവ് ആവുന്നൊക്കെ പറഞ്ഞു. ഒരു വീക്കെൻഡ് എപ്പിസോഡ് വന്നിട്ട് അതിനകത്ത് പ്രോഗ്രാമിൽ പേര് കൊടുത്തിട്ട് അതിനകത്ത് പോലും താങ്കൾക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞത്, അതിനെക്കുറിച്ച് താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? താങ്കൾ അതിനെ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? അതിനെക്കുറിച്ച് താങ്കൾ പറയൂ. ഒരു മിനിറ്റ്, എന്റെ ഫോണൊന്ന് ഇതായിട്ടുണ്ട്. എന്റെ ഫോണ് കംപ്ലൈന്റ് ആയ കാരണം ബാക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഹലോ കേൾക്കുന്നില്ല, പറ. മനസ്സു ഹലോ ആ കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. മനസ്സു ഓഡിയബിൾ ആണോ? ഹലോ മനസ്സു മനസ്സു കേൾക്കാം, പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ. എനിക്ക് കേൾക്കണില്ല. കേൾക്കുന്നുണ്ടോ? ഹലോ മനസ്സ് മ്യൂട്ട് ചെയ്തോളൂ. മനസ്സിനെ വിളിക്കാം. ഞാൻ പറയുന്ന കേൾക്കാമോ? പറഞ്ഞോളൂ 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 മനസ്സ് പറഞ്ഞോളൂ. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് തലേന്ന് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്തിടായിരുന്നു. പക്ഷെ ഞാൻ ആ സമയത്ത് വീഡിയോ ഓൺ ചെയ്യൂ, വീഡിയോ ഓൺ ചെയ്യൂ, വീഡിയോ ഓൺ ചെയ്ത് സംസാരിക്കൂ, വീഡിയോ ഓൺ ചെയ്ത് സംസാരിക്കൂ. ഓക്കെ. വീഡിയോ ഓൺ ചെയ്ത് സംസാരിക്കൂ. ഫോണ് ചെറിയ കംപ്ലൈന്റ് ഉണ്ട്, കാരണം കൊണ്ടൊന്നും. അന്ന് ഞാൻ വീഡിയോ തലേന്ന് വേണമെങ്കിൽ എനിക്ക് ചെയ്യായിരുന്നു. പക്ഷെ ഞാനത് ചെയ്യാണ്ടിരുന്നത് നമ്മളൊരു സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ലൈവായിട്ടുള്ളതാണ് ചെയ്യാറ്. അപ്പൊ അങ്ങനെ ഞാൻ ഗ്രൂപ്പിൽ വന്നിട്ട് കറക്റ്റ് വീഡിയോ എനിക്ക് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. പക്ഷെ അന്ന് പിന്നെ കുറച്ച് തിരക്കിൽ വന്നത് അങ്ങനെ പോയി. അപ്പൊ അത് കഴിഞ്ഞു പോയി. ഒരു കാര്യമുണ്ട്, താങ്കൾ ഒരു നുണ പറച്ചിൽ അതിനകത്ത് നടത്തിയത് ഞങ്ങൾ വളരെ മനോഹരമായിട്ട് ഞങ്ങൾ കേട്ടു. താങ്കൾ ഒരു ആനയുടെ കഥ പറഞ്ഞു, അത് ഞങ്ങളെ കേൾപ്പിക്കുന്നുണ്ട്. താങ്കൾ ഒരു ആനയുടെ കഥ പറഞ്ഞു, അത് ഇവിടെ കേൾപ്പിക്കുന്നുണ്ട്, ആ സമയത്ത് കേൾപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നിങ്ങൾക്കൊരു ടാസ്ക് വരികയാണ്. നിങ്ങൾ നുണ പറച്ചിൽ ലൈവായിട്ട് ചെയ്യണം. അതിപ്പോഴേ പ്ലാൻ ചെയ്ത് വെച്ചോ. താങ്കൾക്ക് അന്ന് ലൈവായിട്ട് നുണ പറച്ചിൽ ചെയ്യാന്ന് വെച്ചിരുന്നില്ലേ? അപ്പൊ അന്ന് അവസരം ഇല്ല, നുണ പറച്ചിൽ ഇന്ന് ലൈവായിട്ട് ചെയ്യാനുള്ള അവസരം താങ്കൾക്ക് വരും. അപ്പൊ അതിപ്പോഴേ പ്ലാൻ ചെയ്ത് വെച്ചോ. അത് താങ്കൾ എപ്പോഴേ അറിയുകയാണ്. ഓക്കെ, ഇപ്പോഴും പറയാം, സമയമുണ്ട്. മനസ്സിൽ ഓർത്ത് വെച്ചോളൂ. ഞാൻ വിളിക്ക് പറഞ്ഞാൽ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെച്ചോളൂ. ഞാൻ പറയുമ്പോൾ ചെയ്താൽ മതി. ഓർത്ത് വെച്ചോളൂ, നേരത്തെ പറഞ്ഞത് വേണ്ട. ഓക്കെ, മനസ്സിൽ മ്യൂട്ട് ചെയ്തോളൂ, മനസ്സിൽ മ്യൂട്ട് ചെയ്തോളൂ. പറഞ്ഞോളൂ. അതായത് വീട്ടിൽ ചെറിയ ഫംഗ്ഷൻ നടന്നിട്ട് കുറച്ച് മറ്റേ ടേബിളും കസേരയൊക്കെ കൊണ്ടുകൊടുക്കാറുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ അകത്ത് ചാടിയതാണ്. അപ്പൊ വിളിക്കാൻ ഞാൻ വിളിച്ചോളൂ. ഓൺലൈൻ ഉണ്ടാവണം. മുങ്ങാൻ പാടില്ല. മുങ്ങിക്കഴിഞ്ഞാൽ മൈനസ് ആണ്. ഈ ഷോയിൽ നിൽക്കുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. മുങ്ങാൻ പാടില്ല. ലൈൻ ഓൺലൈൻ ഉണ്ടാവണം. ഓക്കെ. താരാസ് നായർ എങ്ങനെയുണ്ട് ഈ ഹൗസ്? എങ്ങനെയുണ്ട് ഹൗസിലെ ആൾക്കാർ? എങ്ങനെയുണ്ട്? വന്നിട്ട് പ്രതീക്ഷ പോലെ തന്നെ നിൽക്കാൻ പറ്റുന്നുണ്ടോ? എന്താണ് എക്സ്പീരിയൻസ് എന്ന് പറയാമോ? പുറത്തുനിന്ന് കാണുന്ന ബിഗ് ബോസ് ആണോ അകത്ത് വരുമ്പോൾ? ഷോയെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. എല്ലാവരും നന്നായിട്ട് ഗെയിം ചെയ്യുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകോപ ചെയ്യണമുണ്ട്, അടികളുണ്ടാവുന്നുണ്ട്. അത് ഗെയിമിന്റെ ഭാഗമായിട്ട് ഞാൻ എടുക്കുന്നു. പക്ഷെ എനിക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്. എന്നാലും ആരോടും പരാതിയോ പരിഭവമോ ഒന്നുമില്ല. എല്ലാവരോടും സ്നേഹം മാത്രം. അതിന് ഞാൻ ഗെയിമിന്റെ സ്പിരിറ്റ് മാത്രം ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ പുറത്തു നിന്ന് കണ്ടപ്പം ഗെയിം ഇത്രയും ടഫാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്രയും സീരിയസ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. സാധാരണ ഒരു വാട്സപ്പ് കൂട്ടായ്മയിലെ ഒരു ബിഗ് ബോസ് എന്ന് പറയുമ്പം അത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് വന്നപ്പോ നമ്മള് ലാലേട്ടന്റെ ബിഗ് ബോസ് കണക്ക് തന്നെയാണ്. ലൈവ് അല്ലെന്നേ ഉള്ളൂ, അത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്കറിയേണ്ടത് ഈ 2 വൈൽഡ് കാർഡ് വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം എനിക്കൊന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഞാൻ എന്നിട്ട് ചില ആൾക്കാരെ വിളിക്കും, അവരൊന്ന് പറയാം. മഹാദേവ്, ഈ 2 വൈൽഡ് കാർഡ് വന്നിട്ട് എന്ത് ചലനമാണ് ആ ഹൗസിൽ ഉണ്ടാക്കിയത്? എങ്ങനെ വിലയിരുത്തുന്നു ഈ 2 കണ്ടസ്റ്റന്റിനെ? വലിയ രീതിയിലുള്ള ഒരു വൈൽഡ് കാർഡ് വരുമ്പോഴത്തേക്കും സത്യം പറഞ്ഞ കണ്ടസ്റ്റന്റുകൾക്കൊക്കെ ഒരു ഇത് വരണം. പക്ഷെ സത്യം പറഞ്ഞ അവരിൽ നിന്ന് ഒരു
ഇമ്പാക്ട് ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം വലിയ രീതിയിൽ രണ്ടുപേരും അങ്ങനെ ആക്റ്റീവായിട്ട് വലുതായിട്ട് കാണുന്നേയില്ല. പിന്നെ മൻസൂനെ പിന്നെയും കാണുന്നുണ്ട്. താര ചേച്ചിയെ ഒട്ടും കാണുന്നില്ല. പുള്ളിക്കാരത്തിയാണെങ്കിൽ ഗുഡ് മോർണിംഗ് പറയും, പിന്നെ 2 പാട്ട് പാടും, പിന്നെ എന്തൊക്കെയോ ഇങ്ങനെ തലവരെ പറയും. പിന്നെ പറയുന്ന വാക്കുകളിൽ തന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. പല കാര്യങ്ങളിലും വ്യക്തതയില്ല. പിന്നെ പലപ്പോഴും ഡബിൾ സ്റ്റാൻഡ് ഒക്കെ ആയിട്ട് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരത്തി പറയുന്ന പല കാര്യങ്ങൾ. ഓക്കെ മഹാദേവൻ, മ്യൂട്ട് ചെയ്യാം. അമൃത, എങ്ങനെ വിലയിരുത്തുന്നു രണ്ട് വൈൽഡ് കാർഡിനെ എങ്ങനെ വിലയിരുത്തുന്നു? ഈ വൈൽഡ് കാർഡ് വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് തന്നെ ഒരു ഇതായിരുന്നു, ഇനിയിപ്പൊ എങ്ങനെയുള്ളവരാ വരുന്നേന്നുള്ളത്. വന്നു കഴിഞ്ഞപ്പല്ലേ ഓര് ഇടയ്ക്കൊന്ന് വരുന്നു, ഓരോതായിട്ടുള്ള പരിപാടി പോകുന്നു, ഞങ്ങളും ഞങ്ങളേതായിട്ട് പോകുന്നു, അങ്ങനെ ഒരു രീതിയില്ല. കാരണം വലിയ ആക്റ്റീവോ കാര്യങ്ങളൊന്നുമില്ല. മനസ്സ് വരും, ആരെങ്കിലും ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യും, പോവും, ഇത്രേ ഉള്ളൂ. മ്യൂട്ട് ചെയ്തോളൂ. ചിന്ത അബ്ദുൾ സമദ്, ഈ വൈൽഡ് കാർഡിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? ഈ വൈൽഡ് കാർഡുകൾ എന്താണ്, കാട്ടുതീയായിരുന്നോ അതോ നനഞ്ഞ പടക്കമാണോ, എന്താണ് സംഭവിച്ചത്? രണ്ടും പരാജയമായിരുന്നു. പരാജയം എന്ന് വെച്ചാ ഒന്നും ചെയ്യാൻ പറ്റാതെ ചുമ്മാ വന്നിട്ട് സംസാരിച്ചിട്ട് പോകുന്ന പോലെ ആയിപ്പോയി. ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ച്. ഓക്കെ, ചിന്ത മ്യൂട്ട് ചെയ്തോളൂ. വൈൽഡ് കാർഡായിട്ട് വന്നൊരു വ്യക്തിയുണ്ട് ഇവിടെ, ലിജോയ്ക്ക് ഈ വൈൽഡ് കാർഡിനെ കുറിച്ച് എന്താണ് പറയാമെന്ന് കേൾക്കാൻ നമുക്ക് താല്പര്യമുണ്ട്. ലിജോ, എന്താണ് താങ്കൾക്ക് ഈ വൈൽഡ് കാർഡിനെ കുറിച്ച് പറയാനുള്ളത്? രണ്ട് വൈൽഡ് കാർഡിനെ കുറിച്ച് ഭയങ്കര ശോകമായിരുന്നു. ഞാൻ വിചാരിച്ചു മനസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വീടൊക്കെ കത്തിക്കുന്നു. അവന്റെ പുറത്തുള്ള ഇതൊക്കെ കണ്ടപ്പോ വിചാരിച്ച് ഇതിനകത്ത് കയറി കഴിയുമ്പോ മനസ്സ് തകർത്തടിക്കും ആറാടുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ മനസ്സൊക്കെ ഇല്ല, മറ്റേ സീക്രട്ട് ഏജന്റ് സായി എങ്ങനെ അതേപോലെ ആയിപ്പോയി. കാറിയിൽ നിന്ന് താളമ്പഴ എല്ലാവർക്കും പറ്റും, പക്ഷെ ഗ്രൗണ്ടിൽ ഇറങ്ങി കഴിഞ്ഞപ്പോ ഒന്നും പറ്റുന്നില്ല. ഞാൻ വെച്ച് മനസ്സൊക്കെ തകർക്കുന്നു. മനസ്സുവിന് കറക്റ്റ് സായി എങ്ങനെ സീക്രട്ട് ഏജന്റ് അതായത് മനസ്സുവിന് ഇപ്പൊ കാണുന്നത്. ശ്രീരാജേട്ടാ, ഇതുപോലെ ലിജോയുടെ അവസ്ഥയല്ലേ? ഞാനൊന്നും മ്യൂട്ട് ചെയ്തോ, എനിക്ക് ചിരിക്കാൻ പോയി. ഇത് തന്നെ സെയിം അവസ്ഥയാ ലിജോയ്ക്ക്. മ്യൂട്ട് ചെയ്തോ. ഒരാളോട് ചോദിക്കാം. ജിതിൻ മുൻ ആദ്യ ക്യാപ്റ്റൻ അല്ലായിരുന്നോ? ജിതിന് ഇവിടെ പലപ്പോഴും സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ പല പരാതി പറഞ്ഞല്ലോ, പക്ഷെ നമുക്കറിയാം ജിതിന് പലപ്പോഴും സംസാരിക്കാൻ അവസരങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പൊ സംസാരിക്കാൻ അവസരം. ഈ രണ്ട് വൈൽഡ് കാർഡിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് മൻസൂനെ നല്ലപോലെ അറിയായിരുന്നു, പക്ഷെ ഞാൻ മൻസൂന് പ്രതീക്ഷിച്ച ലെവലിലേക്ക് ഇതുവരെയ്ക്ക് എത്തിയിട്ടില്ല. പിന്നെ താര എന്ന് പറഞ്ഞാൽ ഞാൻ വന്നതിന് ശേഷം കുറെ ആരോപണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു വിടും. അതിന് പിന്നീട് ഒരു ഫോളോ അപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒന്നും മിണ്ടുന്നില്ല. അതാണ് താരയുടെ പ്രശ്നം. അത് ബ്രേക്കായി ജിതിന്റെ ബ്രേക്കായി. ജിതിൻ മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ജിതിൻ മ്യൂട്ട് ചെയ്തോളൂ. ജിതിൻ പറഞ്ഞ കേട്ടു. ജിതിൻ മ്യൂട്ട് ചെയ്തോളൂ. അവിടെ നെറ്റ്വർക്ക് പ്രശ്നമുണ്ട്, മ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യത്തോട് കടന്നു വരാം. ഈ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡ് ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ ആ ഗ്രൂപ്പിൽ നടന്നു. ആരും പരാതി പറഞ്ഞില്ല, ചർച്ച ആ ഗ്രൂപ്പിൽ നടന്ന് ഞാൻ കണ്ടു. അതായത് ഒരുപാട് പേര് പെർഫോം ചെയ്തു, പക്ഷെ 5 പേരെ പേര് മാത്രമേ പുറത്ത് വന്നുള്ളൂ. അപ്പൊ അതിന് ഞങ്ങൾക്കൊരു പോയിന്റ് ഉണ്ട്. ഞങ്ങളുടേതായ രീതിയിൽ മാർക്കറ്റുണ്ട്. ഞങ്ങളെ മാർക്കറ്റ് അർത്ഥത്തിൽ ഇന്നും പബ്ലിഷ് ചെയ്യണമെന്ന് വെച്ചപ്പം ഞങ്ങളാണ് തീരുമാനിച്ചത് പബ്ലിഷ് ചെയ്യേണ്ട കാര്യം. കുറച്ച് കോൺട്രവേഴ്സികൾ അവിടെ നടക്കുന്നുണ്ട്. ആ കോൺട്രവേഴ്സി ഒക്കെ തീർന്നിട്ടല്ല ആ മാർക്ക് പബ്ലിഷ് ചെയ്യാം എന്ന് ഞങ്ങളുടെ തീരുമാനമായിരുന്നു. കാര്യം ഞങ്ങളൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞത്, നിങ്ങൾ കാര്യം ഞങ്ങള് വിലയിരുത്തുന്നതിനേക്കാളും നിങ്ങൾ വിലയിരുത്തുമ്പോൾ അതിനകത്ത് കുറച്ച് ഇതുണ്ടല്ലോ. അപ്പൊ ഈ എടുത്തു പറയാൻ പറ്റുന്ന പേര് 5 പെർഫോമൻസിൽ ഞാൻ എടുത്തു പറയാം. ക്യാപ്റ്റന്റെ ഒക്കെ ഞാൻ പറയാം. ക്യാപ്റ്റന്റെ ആയാലും ശരി, അതിനകത്ത് താര നായർ അടക്കം, ഞാൻ റാഷയിൽ പോയ കണ്ടത്തിന്റെ റാഷ അടക്കം, ഡേവിഡ്, അങ്ങനെ പങ്കെടുത്തവരെല്ലാവരും, ഞാൻ വേണമെങ്കിൽ പങ്കെടുത്തവരെല്ലാം ആസിഫ് ആയാലും എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആസിഫ് ആയാലും അലനൊക്കെ ചെയ്തായാലും മഹാദേവനായാലും എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോ ചിലർ 5 പേര് മാത്രമേ അതിനകത്ത് ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ തെരഞ്ഞെടുത്തതാണ്. കണ്ടസ്റ്റൻസ് പരസ്പരം സപ്പോർട്ട് ചെയ്ത് പരസ്പരം നിങ്ങളായിട്ട് തെരഞ്ഞെടുത്ത 5 പെർഫോമൻസ് ആണ് അവിടെ വന്നത്. അപ്പൊ അതിനകത്ത് പലരും പറയുന്നത് കേട്ട്, പല കണ്ടസ്റ്റൻസ് പറയുന്നത് എനിക്ക് തോന്നുന്നു റാഷയാണ് ആദ്യം ഇത് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. റാഷയാണ് തുടക്കം ഇട്ടത്. ഞാൻ പെർഫോം ചെയ്തിട്ട് എന്റെ പേരാരും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. റാഷയാണ് തുടക്കം ഇട്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്ത് എനിക്ക് തോന്നുന്നു ജിതിനുമായിട്ട് സംസാരമുണ്ട്. ജിതിനേക്കാളും നല്ല പെർഫോമൻസ് ഞാനായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരം വേണ്ടാണ്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ നന്നായിട്ട് പെർഫോം ചെയ്തവരെല്ലാവരും, നമ്മുടെ ക്യാറ്റിനെ ഒന്നും, ഞാൻ ക്യാറ്റിന്റെ ഒക്കെ പേര്, അതുപോലെ പ്രിൻസ് പിന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പ്രിൻസ്, ക്യാറ്റ്, അതുപോലെ തന്നെ താര, അശ്വതി എടുത്ത് പറയേണ്ട കേസാണ്. അശ്വതി ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് വന്നത്.
കുട്ടികൾ എങ്ങനെ ചെയ്യുന്നു അതേ രീതിയിൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഡേവിഡ് ഒരു മലയാള ഭാഷ എങ്ങനെ കാണിക്കാമെന്ന് ഡേവിഡ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് വരാൻ പറ്റില്ല. അത് കാര്യം അത് നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ചിലരൊക്കെ ഔട്ടായി പോകും. അതിന്റെ പേരും പറഞ്ഞ് വിഷമിച്ച് അതിനകത്ത് ഫേവറേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ അംഗീകരിച്ചു തരാൻ വളരെ ബുദ്ധിമുട്ടും. ഇത് പറഞ്ഞത് എല്ലാവർക്കും വ്യക്തമായിട്ട് ബോധ്യപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടേതായ പോയിന്റ് ഇട്ടുണ്ട്, അത് ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. പറഞ്ഞില്ല, ഈ കോൺട്രവേഴ്സി കഴിയട്ടെ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്തതായിട്ട് താര എസ് നായരുടെ ഒരു ഓഡിയോ അതൊന്ന് ഇടാൻ പറ്റുമോ? ഒരു ഓഡിയോ ഉണ്ട്, അതൊന്ന് ഇടും. ഒന്ന് ഓഡിയോ നിട്ടെ, താര എസ് നായരുടെ ഓഡിയോ നിട്ടെ. ആദിത്യ ഓഡിയോ പ്ലേ. ആ ഓഡിയോ നിട്ടെ. വൈൽഡ് കാർഡായിട്ട് വന്നവര് വളരെ വൈകി വന്ന ആൾക്കാരാ, അവരൊക്കെ നേരത്തെ വന്ന ആൾക്കാരാ. അപ്പോഴും അതങ്ങനെ ഉണ്ടാവുള്ളൂ, അതും കൂടി മനസ്സിലാക്കുക. താര എന്താണ് അങ്ങനെ ഉണ്ടാവൂ എന്ന് പറഞ്ഞത്? എന്താ സംഭവം? എനിക്ക് മനസ്സിലായില്ല. എന്താ കാര്യം? ഈ ഓഡിയോ മാത്രമാണ് എനിക്ക് കിട്ടിയത്. എന്തിനെ ആസ്പദമാക്കിയാണ് താര നായർ അത് പറഞ്ഞത്? എന്താണ് സംഭവം? അതിനു മുമ്പ് എന്തോ സംഭവിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്ത് ഉദ്ദേശിച്ചാണ് ഞാൻ അത് പറയുന്നത്? അതിന് മുമ്പേ ഉള്ള വോയിസുകൾ കേട്ടാലേ എനിക്കത് പറയാൻ അല്ല, പറ്റും. താര എസ് നായർ എന്ന വ്യക്തിക്ക് ഇവിടെ വൈൽഡ് കാർഡായിട്ട് വന്നുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും, അല്ല ഞാൻ പറയട്ടെ, താര എസ് നായർ എന്ന വ്യക്തിക്ക് ഇവിടെ വൈൽഡ് കാർഡായിട്ട് വന്നുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഇതൊക്കെ കൺസിഡറേഷൻ കിട്ടുന്നില്ലെന്നോ, അവിടെ ഹൗസിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നോ, അതും നേരത്തെ വന്നവർക്ക് അവിടെ അപ്പർ ഹാൻഡ് ഉണ്ടെന്നോ, അല്ലെങ്കിൽ അവർക്ക് മേൽക്കോയ്മ ഉണ്ടെന്നോ, അങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ടോ? എനിക്ക് വന്ന ടൈമിൽ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ എനിക്ക് ഫീൽ ചെയ്തു. കാരണം എനിക്കൊരു പരിമിതി ഉണ്ടായിരുന്നു. എന്നെ ഈ ഷോയിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു മരണ വീട്ടിലാണ്, അവിടുത്തെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലായിരുന്നു. അതിനിടയ്ക്കാണ് ഞാൻ ഈ ഷോയിലേക്ക് വന്നത് പോലും. എനിക്ക് അധികം ആക്റ്റീവ് ആവാനോ പെർഫോം ചെയ്യാനോ എനിക്ക് പറ്റാത്ത സാഹചര്യമായിരുന്നു. അത് ഞാൻ ഈ ഷോയിൽ വിളിച്ചപ്പോൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ എന്നെ കൊണ്ട് പറ്റണ മാക്സിമം ഞാൻ എന്താ പറയാ, ഈ ഷോയിൽ വന്നിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്, ഗെയിമിലെല്ലാം ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു വോയിസ് ഞാൻ അവിടെ ഇടാൻ എന്താണ് കാരണമെന്ന് ചിലപ്പോ അവോയ്ഡിങ് എനിക്ക് സ്വയം തോന്നിയിരിക്കാം. കാരണം നമ്മളാരും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മളൊരു മെസ്സേജ് ഇട്ടാ അവരായ റിപ്ലൈ ചെയ്യുന്നില്ല. ചില ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ വരുന്ന ഗുഡ് മോർണിംഗ് ഇടാൻ, ഗുഡ് നൈറ്റ് പറയാൻ, ഹായ് പറയാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്റെ പരിമിതിക്കുള്ളിൽ ഞാൻ താര ഇതൊരു ഗെയിം ഷോ ആണ്. ഇതിനകത്ത് എങ്ങനെയും കണ്ടസ്റ്റൻസ് സർവേ ചെയ്ത ഫൈനൽ ഫൈൽ എത്താനാണ് ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് പലതും ചെയ്യും. അത് താര മനസ്സിലാക്കുക. ഇതിൽ കൂടുതൽ പറഞ്ഞുതരാൻ പറ്റില്ല. അപ്പൊ താരയുടെ സംശയം ഞങ്ങൾ തീർത്തരാണ്. ഇതൊരു ഗെയിം ഷോ ആണ്. അൾട്ടിമേറ്റ് ആയിട്ട് ഫൈനൽ ഫൈൽ എത്താൻ വേണ്ടി അവർ ശ്രമിക്കും. അതിനവർ എന്ത് ഗെയിം സ്ട്രാറ്റജി ഇറക്കും. അതിനകത്ത് വീണു പോവാൻ താര ശ്രമിക്കരുത്. ഇത്രേ പറയാൻ ഉള്ളൂ. പക്ഷെ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ, ആവശ്യമില്ലാത്ത വാക്കുകൾ വരുമ്പോ അത് ഒരുപാട് നമ്മളെ ഹെർട്ട് ചെയ്യുന്നുണ്ട്. കാരണം പറയേണ്ട വാക്കുകളല്ല, അതെല്ലാം ഗെയിമിന്റെ ഭാഗങ്ങളാണ്. അങ്ങനെ കണ്ടാൽ താരടുത്ത് പറഞ്ഞല്ലോ, വരുമ്പോ പറഞ്ഞത് ഇത് ഒരു റിസോർട്ടില് നമ്മൾ എൻജോയ് ചെയ്യാൻ വന്നിരിക്കുകയല്ല, നമ്മൾ ടൂറിന് പോയിരിക്കുകയല്ല. ഇതൊരു അൾട്ടിമേറ്റ് ഗെയിം ഷോ ആണ്. ഇപ്പൊ സുഹൃത്തുക്കൾ ആ ഒരു രീതിയിലെ സുഹൃത്തുക്കളല്ല, കണ്ടസ്റ്റൻസ് ആ രീതിയിൽ ട്രീറ്റ് ചെയ്തുള്ളൂ. അല്ല നിങ്ങളെ എൻജോയ് ചെയ്യിപ്പിക്കാൻ അവർ ശ്രമിക്കില്ല. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു. മ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ ഇതിന് പറഞ്ഞോളൂ. സിരാജര, ഇത് എനിക്ക് പറയാനുള്ളത്, ഇതൊരു ഗാർഡൻ അല്ല. പിന്നെ നമ്മളെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇന്ന് ഒന്നും കൂടി പറയുന്നു. അപ്പൊ അത് എപ്പോഴാ പറയണമെന്ന് പറഞ്ഞാൽ മതി. അത് പറയാം. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളോട്ട് വരാം. ഇതിന്റെ കാര്യങ്ങളൊക്കെ വരാം, അങ്ങോട്ട് വരാം. അതിനുമുമ്പ് എന്താണ് ഇവിടെ ഈ സംസാര രീതിയെ കുറിച്ചും സ്ലാങ്ങിനെ കുറിച്ചും ഒക്കെ ഒരു സംഭവം വന്നില്ല. എന്താ സംഭവം? ആക്ച്വലി ഞാൻ അതിനെപ്പറ്റി ഇത് മനസ്സിലായില്ല. ആരും എന്ന് പറയുന്നത്, ഇപ്പോ നമുക്ക് ഗെയിമില് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം. ഒരാള് പറയുന്ന കാര്യങ്ങളെ നമ്മൾക്ക് എതിർക്കാം. പക്ഷെ ആ ആള് പറയുന്ന രീതിയിൽ എതിർക്കണമെന്നില്ല. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആവാം. പിന്നെ അതുപോലെ തന്നെ ഓരോ നാട്ടിലും ഓരോ സ്ലാങ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ അർത്ഥങ്ങളുണ്ട് ഓരോ വാക്കിന്. നാട് മാറുന്നതിനനുസരിച്ച് ആ അർത്ഥങ്ങൾ മാറും. എല്ലാവർക്കും ഒരേ അർത്ഥങ്ങൾ, ഒരേ ശൈലി ആയിരിക്കില്ല അത് കേൾക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിനു മുമ്പും നമ്മൾ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്, വാണിംഗ് കൊടുത്തിട്ടുള്ള കാര്യമാണ്. ഒരു വ്യക്തിയെ കൊണ്ട്, അത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, ആ നാട്ടിൽ പറയുന്ന വാക്ക് ആ നാട്ടിലെ ആൾ ഉദ്ദേശിച്ച സെയിം മീനിങ് തന്നെയാണ്. എന്നിട്ട് പോലും നമ്മൾ ആ വ്യക്തിയെ കൊണ്ട് ഗ്രൂപ്പിലും ഇവിടെ ഗൂഗിൾ മീറ്റിൽ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ മാപ്പ് പറയിച്ചതാണ്. അപ്പോ
വീണ്ടും അതുപോലുള്ള സംസാരങ്ങൾ ഗ്രൂപ്പിൽ ഉണ്ടാവുമ്പോൾ ഒന്ന് രണ്ട് ആൾക്കാർ ഒന്ന് സപ്പോർട്ട് ചെയ്ത് അത് അവരുടെ സ്ലാങ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് സംസാരിക്കുന്നുണ്ട്. നമ്മൾ നിൽക്കുന്നത് ഒരു ഷോയിലാണ്, നമ്മുടെ പേഴ്സണൽ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളോ നിന്നിട്ടല്ല സംസാരിക്കുന്നത്. പല നാട്ടിൽ നിന്ന് വന്ന മത്സരാർത്ഥികളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ പല നാട്ടിലെ പ്രേക്ഷകര്, കുട്ടികൾ അടക്കം ഒരുപാട് പേര് ഇത് കാണുന്നുണ്ട്. ഇത് നമ്മൾ ഇവിടെ നമ്മുടെ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ മാത്രമല്ല, നമ്മൾ എന്താ യൂട്യൂബിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല ആൾക്കാർ ഇത് കാണുന്നതാണ്. അപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ സൂക്ഷിച്ചുപയോഗിക്കാൻ ബാധ്യസ്ഥരാണ്. എല്ലാ നാട്ടിലെ സ്ലാങ്ങും സംസാര രീതി അർത്ഥവും ഒന്നും എന്താ ഒരു രീതിയിലല്ല. എല്ലാവരുടെ നാട്ടിൽ സ്വന്തം സ്ലാങ് ഉണ്ട്. പക്ഷെ എല്ലാവർക്കും മനസ്സിലാവുന്ന അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്ലാങ് ഉണ്ട്, സംസാര രീതി ഉണ്ട്. അത് സംസാരിക്കാൻ എന്തായാലും എല്ലാവർക്കും പറ്റും. അപ്പൊ ഇനിയും ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ട് അത് എന്റെ നാട്ടിലെ ശൈലിയാണ് എന്ന് പറഞ്ഞ് എസ്കേപ്പ് ആകാമെന്ന് ആരും വിചാരിക്കേണ്ട. അതിനുള്ള നടപടികൾ എന്തായാലും ഉണ്ടാവും. കാരണം ഇത് പലരും ചെയ്ത കാര്യമാണ്. എന്തെങ്കിലും പറഞ്ഞിട്ട് അത് എന്റെ നാട്ടിലെ ശൈലിയാണെന്ന് പറയുക, അത് ഇനി നടക്കുന്ന കാര്യമല്ല ഇതിന്റെ ഉള്ളിൽ. കാരണം ഇനി ഇതിപ്പോ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ടിക്കറ്റ് ടു ഫിനാലെ ആയി. ഇനിയും നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാന്ന് പറയുന്നത് ഏറ്റവും വലിയ ഗതികേടാണ്. അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കിയിട്ട് പെരുമാറേണ്ട കാര്യങ്ങളാണ്. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും നാൾ വളരെ ലിബറൽ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇനി ഒരു ലിബറലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, സ്ട്രിക്റ്റ് ആയിരിക്കും. സ്പോട്ട് എവിക്ഷൻ ഒക്കെ ഉണ്ടാവും. അത് എന്താണ് കാരണം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഞങ്ങള് നേരത്തെ നിങ്ങൾ ഓഡിഷൻ സമയത്ത് പറഞ്ഞത് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞതാണ്, റൂൾസിന്റെ ഷോയുടെ റൂൾസിന് വയലേഷൻ ആയിട്ടോ റൂൾസിന് എഗൻസ്റ്റ് ആയിട്ടോ നിന്ന് കഴിഞ്ഞാൽ ഈ ഷോയിൽ തുടരാൻ പറ്റില്ല. അതിന് ഇനി ഒരു കുറ്റവും പറയാൻ പറ്റില്ല. പിന്നെ ചില കണ്ടസ്റ്റൻസ് പോയിട്ട് ഇത് ഷോയ്ക്കെതിരെ പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് പറയുന്നതായിട്ട് ശ്രദ്ധ വന്നിട്ടുണ്ട്. അതിനെതിരെയൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പല കണ്ടസ്റ്റൻസ് നിങ്ങൾ അറിഞ്ഞാണ്, പല കണ്ടസ്റ്റൻസും ചെയ്യുന്നതൊക്കെ അറിഞ്ഞു കാണും. അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ ചർച്ചയിലോട്ട് വെക്കുന്നില്ല. അടുത്ത വിഷയത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് പറയുകയാണ്, ഈ നാടൻ ശൈലിയാണ് നാട്ടു ശൈലിയാണെന്ന് പറഞ്ഞ് പല കാര്യങ്ങളും പറയുന്നത് ഇനി അനുവദിച്ച് തരുന്നതല്ല. ആര്യ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും കൃത്യമായി ബോധ്യം വന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ആര്യ മ്യൂട്ട് ചെയ്തോളൂ. പിന്നെ വീക്ക് 1 ക്യാപ്റ്റൻ ആയിരുന്നു ജിതിൻ. ജിതിൻ ഒരുപാട് തവണ ഇവിടെ പലരുടെ മുമ്പിലും എന്താ പറയുക കോൺറൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും ജിതിൻ ഇപ്പോൾ ഗ്രാഫ് ഒന്ന് ഉയർന്നു വരികയാണ് ജിതിന്റെ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞങ്ങളെല്ലാം മൊത്തത്തിലല്ല മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനെക്കുറിച്ച് ജിതിൻ എങ്ങനെ നോക്കി കാണുന്നു? ജിതിനെ കുറിച്ച് ജിതിൻ ആ ഫസ്റ്റ് വീക്കും പിന്നീടുള്ള ജിതിന്റെ ഒരു തിരിച്ചു വരവിനെ കുറിച്ച് ജിതിൻ എങ്ങനെ വിലയിരുത്തുന്നു? ഞാൻ ഫസ്റ്റ് വീക്കിൽ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു മാക്സിമം കണ്ടന്റ് ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അതിന്റെ ഭാഗമായിട്ട് പല രീതിയിലുള്ള കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കി. പക്ഷെ ചിലതൊക്കെ പാളി. ഞാൻ എടുത്ത തീരുമാനങ്ങൾ പലതും അങ്ങ് വേറെ രീതിയിലൊക്കെ പോയി. പിന്നെ എനിക്കത് മനസ്സിലായി, ഞാൻ പോണ റൂട്ട് ശരിയല്ലാന്ന്. അപ്പൊ എനിക്കത് മനസ്സിലാക്കിയപ്പോൾ ഞാനത് തിരുത്തണമെന്ന് നോക്കി. പിന്നെ ഞാൻ മാക്സിമം എനിക്ക് ടാസ്കുകളിലും ഇതിലൊക്കെ പങ്കെടുത്ത് ഇനിയുള്ള ടാസ്കുകളെല്ലാം ജയിക്കണം. കാരണം പോയിന്റുകളാണ് നമ്മളെല്ലാവരുടെയും വിലയിരുത്തുക. ഇപ്പൊ നമ്മൾ എത്രയൊക്കെ മോശമായിട്ട് കളിച്ചാലും നമുക്ക് ചിലപ്പോൾ പോയിന്റുകൾ ഉണ്ടെങ്കിൽ നമ്മളെ നല്ല രീതിയിൽ ആൾക്കാർ പറയും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കി. അപ്പൊ അങ്ങനെ അതുവഴി ഞാൻ അങ്ങനെ മെല്ലെ മെല്ലെ കയറി വരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റുള്ള കണ്ടസ്റ്റൻസ് മാതൃകയായിരിക്കുകയാണ്. കാരണം തുടക്കം മുതൽ ഒരുപാട് വേട്ടയാടപ്പെട്ട, ഒരുപാട് കോൺഗ്രസ് ചെയ്യപ്പെട്ട, ഒരുപാട് വിമർശനം ഏറ്റുവാങ്ങിയ വ്യക്തി താങ്കൾ തിരിച്ചു വരവിന്റെ പാതയിലാണ്. ഓക്കെ, ജിതിൻ മ്യൂട്ട് ചെയ്തോളൂ. അടുത്തായിട്ട് ക്യാപ്റ്റൻസി ടാസ്കിൽ വിജയിച്ച അലൻ, താങ്കളുടെ ക്യാപ്റ്റൻസി ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു? താങ്കൾ ക്യാപ്റ്റനായിട്ട് താങ്കൾ സ്വയമായിട്ട് എങ്ങനെ താങ്കൾ നിങ്ങളെ ക്യാപ്റ്റനെ എങ്ങനെ വിലയിരുത്തുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു താങ്കളുടെ ക്യാപ്റ്റൻസി? ഞാൻ നന്നായി ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് ക്യാപ്റ്റൻസി. പിന്നെ ഒരേ ടാസ്ക് ഒക്കെ തുടങ്ങുമ്പോൾ ഞാൻ എല്ലാവരും വിളിച്ചു വരുത്തി ആക്റ്റീവ് ആവാനൊക്കെ പറയാറുണ്ട്. അതുപോലെ ബിഗ് ബോസ് പറഞ്ഞ പോലെ മൈനസ് കൊടുക്കുന്നവർക്ക് പണിഷ്മെന്റ് കൊടുക്കുന്ന ഡ്യൂട്ടി ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഫ്രീ ടൈം ടാസ്ക് ഒക്കെ നടന്നിരുന്നു, ട്രൂത്ത് ഓർ ഡെയർ ഒക്കെ. മാക്സിമം ചെയ്തിട്ടുണ്ട്. അതെ, ഞാൻ മാക്സിമം ചെയ്യുന്നില്ല. ശ്രീരാജയുടെ ഒരു മിനിറ്റ്. അലൻ, ട്രൂത്ത് ഓർ ഡെയർ നിങ്ങളല്ലല്ലോ കൽപ്പിച്ചത്, അത് ഞങ്ങളെ ബിഗ് ബോസ് കാരനാണല്ലോ കൽപ്പിച്ചത്. അതെ, നിങ്ങളാണ് കളിപ്പിച്ചത്. എന്നാലും ഞാൻ അതിലൊന്നും ഇടപെട്ടുണ്ടായിരുന്നു. എലനോട് ബിഗ് ബോസ് പറഞ്ഞതില്ല, എലൻ എങ്ങനെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കും ഇന്ത് മെസ്സേജ് ജനങ്ങൾക്ക് കൊടുക്കണ എലന് കൊടുത്ത് തന്ന ടാസ്ക് അത് എലൻ ചെയ്തിട്ടുണ്ടോ? എന്റർടൈൻമെന്റ് ചില പണിഷ്മെന്റ് കുറച്ച് എന്റർടൈൻമെന്റ് പോലെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പണിഷ്മെന്റ് ഏറ്റവും പണിഷ്മെന്റ് കൊടുത്ത ക്യാപ്റ്റൻ എന്നുള്ള റെക്കോർഡും
ഏറ്റവും കൂടുതൽ ആൾക്കാരെ പറഞ്ഞു വിടപ്പെട്ട ക്യാപ്റ്റൻ, ഏത് ക്യാപ്റ്റന്റെ കാലയളവാണ് ഏറ്റവും ആൾക്കാരെ പറഞ്ഞു വിട്ടതെന്ന് പറഞ്ഞാൽ അതിനുള്ള അവാർഡും അലന് കിട്ടണം. കിട്ടും. കിട്ടട്ടെ. ഏറ്റവും കൂടുതൽ വാക്കൗട്ട് ചെയ്തതിനും. ഓക്കെ, അലൻ മ്യൂട്ട് ചെയ്തോളൂ. അലന്റെ ക്യാപ്റ്റൻസിയെ മറ്റുള്ളവർ എങ്ങനെ വിലയിരുത്തുന്നു നോക്കാമല്ലോ. അശ്വതി, അലന്റെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു? അലന്റെ ക്യാപ്റ്റൻസി എനിക്ക് തോന്നുന്നു ജിതിൻ, അതാ ഞാൻ പറഞ്ഞു തരിക. ജിതിന്റെയും പ്രിൻസിന്റെയും ഒരു ക്യാപ്റ്റൻസി വെച്ച് നോക്കുമ്പോ അലൻ കുറച്ച് മെച്യൂരിറ്റി കുറവുള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോ ആ പ്രായത്തിന്റെ ആയിരിക്കും, ചെറിയൊരു പയ്യനാണല്ലോ. അപ്പൊ ആ ഒരു പ്രായത്തിന്റെ ഒരു എടുത്തുചാട്ടം തിളപ്പെന്ന് എനിക്ക് തോന്നി പല സാഹചര്യത്തിൽ. അതായത് ഞാനൊരു ക്യാപ്റ്റനാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ അതൊക്കെ നിങ്ങൾ കാണണം, അങ്ങനെയൊക്കെയുള്ള ഒരു പറച്ചില്. പക്ഷെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള നിർദ്ദേശപ്രകാരമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ എങ്കിലും എനിക്ക് തോന്നിയത് കുറച്ച് മെച്യൂരിറ്റി കുറവായിരുന്നു. അത് കുഴപ്പമില്ല, അത് ഇനി ശീലമായിക്കോളും എന്ന് വിചാരിക്കണം. ഇനി എന്തെങ്കിലുമൊക്കെ വരുന്ന സാഹചര്യത്തിലൊക്കെ അതൊക്കെ തിരുത്താമെന്ന് തോന്നുന്നു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. ക്യാപ്റ്റൻസി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയി, വലിയ അലമ്പൊന്നും ഇല്ലാതെ. പിന്നെ എവിക്ഷനും പിന്നെ വാക്കൗട്ടൊന്നും അലന്റെ പ്രശ്നം കൊണ്ടല്ല, അത് കാരണം തന്നെ ആ ഓക്കെ, അത് ഞങ്ങൾ പറഞ്ഞു. അത് ഞങ്ങൾ ഇതിന്റെ വരികൾക്കിടയിലൂടെ പറഞ്ഞു തന്നേ ഉള്ളൂ. അത് നോക്കണ്ട, അത് ഞങ്ങൾ പറഞ്ഞു തന്നേ. ഓക്കെ അശ്വതി, മനസ്സിലായി. ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. മുൻ ക്യാപ്റ്റനായ പ്രിൻസിന് പുതിയ ക്യാപ്റ്റനായ അലന്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പിന്നെ പ്രിൻസ് എന്തെങ്കിലും പറയാനേ പറഞ്ഞോളൂ. പ്രിൻസ് ഒരുപാട് നാളെ ഇവിടെ സംസാരിച്ചില്ല. കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിനൊക്കെ വിളിച്ചിട്ടും പ്രിൻസ് സംസാരിച്ചില്ല. ഇപ്പൊ ഞാൻ ഓട്ടത്തിലാണ്. പിന്നെ ക്യാപ്റ്റൻസിയെ കുറിച്ച് പറയാനാണെങ്കിൽ എന്നെയും ജിതിനെയും വെച്ച് അപേക്ഷിച്ച് നല്ലൊരു ബെസ്റ്റ് ക്യാപ്റ്റനാണെന്നേ പറയാൻ പറ്റുള്ളൂ അലന്. കാര്യം അവനെ കൊണ്ട് പറ്റുന്ന മാക്സിമം അവൻ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ സമയത്തായാലും ശരിയാണ്, പണിഷ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിൽ ശരിയാണ്, എല്ലാ കാര്യങ്ങളും ഒരു ക്യാപ്റ്റൻ നിലയ്ക്ക് അവൻ ഒരു ബെസ്റ്റ് ക്യാപ്റ്റനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ശരി, മ്യൂട്ട് ചെയ്തോളൂ. പ്രിൻസ് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പ്രിൻസ് ഒരുപാട് നാളെ വീക്കെൻഡ് എപ്പിസോഡിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്, എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു 10 മിനിറ്റ് ഞാൻ ഇപ്പോഴത്തേക്ക് റൂമിൽ. ഓക്കെ, വിളിക്കാം. മ്യൂട്ട് ചെയ്തോളൂ. ലിജോയ്ക്ക് ഈ ക്യാപ്റ്റനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുണ്ട് കുറച്ച്. പറ. ക്യാപ്റ്റന്മാരെ നമ്മൾ പല ക്യാപ്റ്റന്മാരെ കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് 3-4 ക്യാപ്റ്റന്മാരെ വന്നിട്ടുണ്ട്. ഇതിലെ കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതിന്റെ കൂട്ടി എന്തോ അധികാരം കിട്ടിയതിന്റെ രീതിയിലാണ് അലന്റെ പലപ്പോഴും അലൻ കാണിച്ചിട്ടുള്ള. ഞാൻ ക്യാപ്റ്റനാണ്. നമുക്കറിയാം അലൻ ഒരു ക്യാപ്റ്റനാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് എന്ത് അടിയിൽ എന്തെങ്കിലും ടൈപ്പ് ഇട്ടാണ് ഉടനെ ക്യാപ്റ്റൻ അലൻ, അടുത്തതിന്റെ ഇത് വരുമ്പോ ക്യാപ്റ്റൻ അലൻ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ചുമ്മാ എന്നിട്ട് ആ സ്വന്തം ഇഷ്ടത്തിന് പണിഷ്മെന്റ്. ഞാൻ എന്തെങ്കിലും ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ പണിഷ്മെന്റ്, ഞാൻ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പണിഷ്മെന്റ്, എന്തിനു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പണിഷ്മെന്റ്. ഫുൾ ടൈം ഇത് തന്നെ ഉള്ളായിരുന്നു പരിപാടി. ഏറ്റവും കൂടുതൽ പണിഷ്മെന്റ് ലിജോ ആണെന്ന് തോന്നുന്നു അല്ലേ? പക്ഷെ അതൊക്കെ ഞങ്ങൾക്കൊരു കണ്ടന്റ്, അതല്ല മറ്റുള്ളവർക്ക് കണ്ടന്റ് ആയിട്ടാണ് ലിജോ മനസ്സിലാക്കിയത്. അതൊക്കെ രസകരമായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. നിങ്ങൾ എത്രത്തോളം സീരിയസ് ആക്കുന്നോ പുറത്തുനിന്ന് കാണുന്നവർക്ക് വളരെ ചിരി ഉണർത്തുന്ന സംഭവങ്ങളായിരുന്നു. അതൊക്കെ വലിയ കണ്ടന്റുകളായിരുന്നു. അത് നിങ്ങൾ പോലും മനസ്സിലാക്കാത്ത കണ്ടന്റുകളായിരുന്നു. ശരിയാചേട്ടാ, ഒരു കാര്യം പറയാം. ലിജോ സംസാരിക്കുമ്പോ അല്ലേ നമുക്ക് അങ്ങനെ തോന്നത്തില്ല, പുള്ളിക്കാരൻ ദേഷ്യത്തിലാ സംസാരിക്കാൻ, നമുക്ക് ചിരിയാ വരുന്നത്. അതെ, അതാണ് ലിജോയുടെ പ്രത്യേകത. ലിജോ മ്യൂട്ട് ചെയ്തോളൂ. നാസിലുണ്ടോ? ലിജോയുടെ ക്യാപ്റ്റൻസിയെ കുറിച്ച് നാസിയുടെ അഭിപ്രായം എന്താണ്? അലൻ നന്നായിട്ട് തന്നെ ക്യാപ്റ്റൻസി ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് പ്രിൻസേട്ടനെക്കാളും ജിതിനേട്ടനെക്കാളും അലന്റെ ക്യാപ്റ്റൻസിയാണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. കാരണം ടാസ്ക് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വന്ന് 5 മിനിറ്റ് മുമ്പ് എല്ലാവർക്കും അലേർട്ട് നൽകും. മൈനസ് പരമാവധി ഒഴിവാക്കി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വന്ന് അലർട്ട് ചെയ്ത് എല്ലാവരും ഒരേ കണക്ക് നന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല ക്യാപ്റ്റൻസി ആയിരുന്നു അലന്റേത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച 2 പേരാണ് ജയിലിൽ പോയത്, സ്നേഹ ആൻഡ് മൻസൂർ. ഇവർ രണ്ടുപേരെയും ആ ജയിലിലെ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് ചോദിച്ചു. സ്നേഹ അവിടെ ഉണ്ടോ? സ്നേഹ ഭയങ്കര കോമ്പോയാ. അല്ല, ഇവര് തമ്മിലുള്ള അന്തർധാര വളരെ സജീവം. അതായത് ഇവര് തമ്മിൽ ശത്രുക്കളാണെന്ന് പറയും, ഇവര് തമ്മിൽ ശത്രുക്കളാണെന്ന് പുറത്തു വരുന്നത്. ഇവര് തമ്മിലുള്ള അന്തർധാര വളരെ സജീവം. ഞാൻ പുതിയ കോമ്പോകൾ പഠിച്ചോണ്ടിരിക്കുകയാണ്. സ്നേഹ പറയൂ. ഇപ്പം മൻസൂര് സ്നേഹ ഇല്ലാതെ പറ്റത്തില്ല, സ്നേഹയ്ക്ക് മനസ്സില്ലാതെ പറ്റത്തില്ല. അതല്ല, ഈ വെറുപ്പിന്റെ അവസാനം ഇഷ്ടം എന്നൊരു സംഭവമുണ്ട്, മനസ്സിലായി? വെറുപ്പ്. അതെ.
സ്നേഹയ്ക്ക് എന്താ പറയാനുള്ളത് അതിനെ കുറിച്ച്? സ്നേഹ എങ്ങനെ ഉണ്ടായിരുന്നു? ആഡ് ചെയ്തപ്പോഴത്തേനും ഞാനുള്ളപ്പോ മനസ്സ് കാണില്ല, മനസ്സുള്ളപ്പോ ഞാൻ കാണില്ല. പക്ഷെ ആക്ടിവിറ്റി ഗ്രൂപ്പിനകത്താണെങ്കിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരിക്കും. ഇപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ എങ്ങനെയുണ്ട്? നിങ്ങൾ തമ്മിൽ ശത്രുക്കളെ പോലാണോ സുഹൃത്തുക്കളാണോ എങ്ങനെയാണ്? ഇല്ലില്ല, ശത്രുക്കളെ പോലെയൊന്നല്ല. പുള്ളിക്കാരൻ നൈസാണ്, ചുമ്മാ ചൊറിയുന്നേ ഉള്ളൂ. ഒരു നൈസോ കാര്യം മനസ്സോ? ആ ചുമ്മാ ഒന്ന് ചൊറിയുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവൻ സീരിയസ് ആയിട്ട് അടികൂടുമ്പോൾ നമുക്ക് ചിരിയൊക്കെ തന്നെ കാണുന്നത്. ശരി ശരി, മനസ്സിന് എന്താ പറയാനുള്ളത്? മനസ്സിന് എന്താ പറയാനുള്ളത്? അല്ല, ഞാന് അവിടെ ജയിലിൽ ഞാൻ കണ്ടിട്ടില്ല. എന്നെ അത്രയും പറഞ്ഞു വിട്ട പോലെ ഒരു ഫീൽ എനിക്ക് തോന്നി. അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ തമ്മിൽ കീരിയും പാമ്പും പോലായിരുന്നു. ഇപ്പം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം എങ്ങനെയുണ്ടെന്നാ ചോദിക്കുന്നത്. ഞാൻ ആരെയും കീരിയും പാമ്പൊന്നല്ലോ. പറഞ്ഞ തിരിച്ചെടുത്തു. നിങ്ങൾ തമ്മിൽ വഴക്കുകൾ ഉണ്ടാവാറുണ്ടായിരുന്നു. അതിപ്പോൾ എങ്ങനെയുണ്ട് എന്നാണ് ചോദിക്കുന്നത്. എന്റെ വഴക്ക് അതിനെ കുറിച്ചൊന്നും ഞാൻ ചോദിച്ചു. ഞാൻ എന്താ പറയാ, ഒന്നും പറയാനില്ല. അല്ല, എനിക്ക് ആരോടും അങ്ങനെ വ്യക്തിപരമായ ദേഷ്യം കാര്യമില്ല. എനിക്ക് നേരം കിട്ടുമ്പോ എന്റെ എന്റർടൈൻമെന്റ് എന്നുള്ള ഞാനും പിടിച്ച് ചൊറയിലാണ്. അത്ര ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ശരി, ഓക്കെ. ക്യാപ്റ്റൻ നിലയ്ക്ക് അലന് ഇവര് തമ്മിലുള്ള ഈ ജയിൽ എക്സ്പീരിയൻസ്, അതായത് ജയിലിൽ പോകുന്നതിന് മുമ്പ് ജയിലിൽ പോയതിനു ശേഷം വന്നതിന് ശേഷം എന്തായിരുന്നു ഇവരുടെ ഒരു സംഭവം? അലൻ ഒന്ന് നിഷ്പക്ഷമായിട്ടൊന്ന് പറഞ്ഞേ. ഇവരെ ആഡ് ആക്കിയപ്പോ തന്നെ മനസ്സേട്ടൻ മാത്രം ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ മനസ്സേട്ടൻ ഇങ്ങനെ ഓളിട്ട് പറയുന്നുണ്ട് ഇവിടെ സ്നേഹം ഇവിടെ ഇത്. അപ്പൊ സ്നേഹിച്ചിട്ട് കാണില്ല. ഫസ്റ്റ് ആയിട്ട് സ്നേഹിച്ച് വരുമ്പോ മനസ്സേട്ടൻ ഉറങ്ങാൻ പോകും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി തന്നെയാണ്. പിന്നെ പുറത്ത് വരുമ്പോ രസമുണ്ട് കണ്ടിരിക്കും ഒരു ടോക്ക്. ഇപ്പൊ പഴയ കണക്ക് ഇവർ തമ്മിൽ എന്തെങ്കിലും ഉരസലുകളുണ്ടോ? അതോ ഇവര് തമ്മിൽ അന്തർധാര സജീവമാണോ? ഇതൊന്ന് ഇവര് തമാശ പോലെ എനിക്ക് തോന്നണേ. ഇവരുടെ ഈ കോംബോ പോലെ എനിക്ക് തോന്നണേ. അവരിങ്ങോട്ട് പറയും, തിരിച്ചങ്ങോട്ട് പറയും. ഒരു രസമുണ്ട് കോംബോ ഒക്കെ പോയിട്ട് മനസ്സു സ്നേഹ കോംബോ. അതെ, പുതിയ കോംബോ. ഹാഷ്ടാഗ് പുതിയ കോംബോ. മനസ്സു പോകരുതേ. മനസ്സു കാര്യം പറയാം. ആദിത്യ ആ മനസ്സുവിന്റെ ആ നുണ പറച്ചിലൊന്ന് ഇടാൻ പറ്റുമെങ്കിൽ ഇപ്പൊ ഉണ്ടെങ്കിൽ ഓടി ഒന്ന് കേൾപ്പിക്കാവോ? കാര്യം ഇവിടെ പലരും അത് കേട്ടിട്ടുള്ള സംശയമുണ്ട്. ആ നുണ പറച്ചിൽ ഒന്ന് കേൾപ്പിച്ചത്. ആദിത്യ പ്ലേ ഓഡിയോ. ആ നുണ പറച്ചിൽ നിന്നിട്ടെ. എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. എല്ലാരും കേട്ടോണ്ട സംശയമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളെ കേൾപ്പിച്ചു തരുന്നത്. ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഓഡിയൻസും കേട്ടോട്ടെ. ഒന്ന് കേൾപ്പിക്കട്ടെ. ഒന്നും പറയണ്ടപ്പാ. ഞാൻ ഈ പറഞ്ഞ പോലെ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല. ഇതാണോ ഞാൻ പോണ വഴിയില് ആന അടഞ്ഞിട്ട്, ഇവിടെ അമ്പലത്തിലേക്ക് കൊണ്ടുവന്ന ആന അടഞ്ഞിട്ട് ആകെ സീനാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാരും ഓടിക്കൊണ്ടിരിക്കുക. ആനക്കാട്ടയും മറ്റുള്ളതൊക്കെ തല്ലി പൊളിച്ച് കാറും ജീപ്പും ബൈക്കും മോട്ടോർസൊക്കെ ആകെ തകിട് പൊടിയാക്കിന്നൊക്കെ പറയുന്നുണ്ട്. ആന അടഞ്ഞിട്ടേ പാപ്പാനൊക്കെ എടുത്തെറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഞാനെന്താ സംഭവം ചോദിച്ചപ്പോൾ നാട്ടുകാർ പറയാണ്, നീ അങ്ങോട്ട് പോകണ്ട, പോയി കഴിഞ്ഞാൽ നിന്റെ പണിക്കുറ്റം തരുന്നതാണ്. ഞാനാണ് നമുക്ക് ഇമ്മാതിരി ഐറ്റംസിനൊന്നും പേടിയില്ലാന്ന് എനിക്ക് അറിഞ്ഞൂടെ. ലാസ്റ്റ് ആനയുടെ മുമ്പിൽ പോയി ഞാൻ നെഞ്ചും പിരിച്ച്. ആന തുമ്പിക്ക് വെച്ചിട്ട് ഒറ്റ ഈശ ഞാൻ പതുക്കെ മാറിക്കൊടുത്തു. ആനാകെ ചമ്മിപ്പോയി. ലാസ്റ്റ് ആന അടങ്ങളില്ലാന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ നടുവിരലുകൊണ്ട് ഒരു പ്രയോഗം കാണിച്ചു. ആന ഞാൻ നോക്കുമ്പോണ്ട് തമ്പ്രപടിയിട്ടിരിക്കണ്. ആനയ്ക്ക് എൻ്റെ ഐഡിയ മനസ്സിലായില്ലല്ലോ. പറ്റിയെന്ന് പറഞ്ഞാൽ ആൾക്കാർ ചൂണ്ടാണി വിരൽ ഉപയോഗിച്ചിട്ടല്ലേ ആന തളയ്ക്കാറ്. ഇനിയിപ്പോൾ ആനയ്ക്ക് എങ്ങനെ സ്ഥിരം കാണിക്കുമ്പോൾ ആനയ്ക്കത് മടുക്കില്ല വെച്ചിട്ട് ഞാൻ മറ്റേ നടുവിരൽ കാണിച്ചത്. ആന അവിടെ ഇരുന്ന് ഞാൻ ആനയുടെ പുറത്ത് കയറി 2 റൗണ്ട് നടന്ന് ലാസ്റ്റ് പാപ്പാൻ്റെ കയ്യിൽ ഒന്ന് ഏൽപ്പിച്ചിട്ട് വേറെ നോക്കി കണ്ട് കൊണ്ടു നടക്കാൻ. ഇപ്പൊ ഞാൻ വീട്ടിലോട്ട് പോകാൻ നിൽക്കാം. ഞാൻ വീട്ടിലെത്തിയിട്ട് പറയാം. മനസ്സു ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതാ നീ? എങ്ങനെ സാധിക്കും നിന്നെ കൊണ്ട് ഇതൊക്കെ? മനസ്സു നിനക്ക് മീൻസ് ഇപ്പൊ ലൈവായിട്ട് നുണ പറയാൻ പറ്റുമോ നിനക്ക്? അല്ല, നീ പറയുന്നതെല്ലാം നുണയാണ്. നീ എന്തെങ്കിലും പറയാൻ പറ്റുമോ നിനക്ക് ലൈവായിട്ട്? കഥ പറ മനസ്സു. ബർഗറിന്റെ നുണ ഞാൻ പറഞ്ഞ സാധനങ്ങൾ എനിക്ക് ഇതുകൊണ്ട് ഓർമ്മ ഉണ്ടാവില്ല. അതാണ് കുഴപ്പം. അല്ല, നീ പറയൂ, കേക്കട്ടെ. നീ വീഡിയോയിൽ വാ മനസ്സു. വീഡിയോയില് വരാനേ ഞാൻ പുറത്തായിരിക്കുന്നത്. വീട്ടിൽ ഞാൻ നീ വീക്കെൻഡ് എപ്പിസോഡിലോ പ്രോഗ്രാം ചെയ്തില്ല. നീ ഒരു ലൈവ് ആയിട്ടൊരു നുണ പറ കേക്കട്ടെ. ഞങ്ങൾ
ആ വീക്കെൻഡ് എപ്പിസോഡായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം പെട്ടെന്ന് കാരണം ആ ഞാനും എന്റെ ഉമ്മയും കൂടി ഞാനും എന്റെ വാപ്പയും ഉമ്മയും കൂടിയിട്ട് ഒരു സെക്കൻഡ് കേട്ടാ പോയി അപ്പൊ ആ തുറക്കുന്ന കഴിക്കാനും നുറ പറയാനും മാത്രമാണ്. ഇല്ല പറയട്ടെ. ആ ഞാനും എന്റെ ഉമ്മയും വാപ്പയും കൂടിയിട്ട് എന്നെയും കൊണ്ട് അവർ രണ്ടാളും പാർക്കിൽ പോയി. പാർക്കിൽ പോയ സമയത്താണ് എന്താ പറയാ ആൾക്കാരൊക്കെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത്, ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമൊന്നുമില്ല. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല് കാഴ്ച ബംഗ്ലാന്ന് ചാടി വന്നിട്ടുള്ള ഒരു കരടി ഒരു കുട്ടിന്റെ അടുത്തൊരു ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ കുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്താ നിർത്താണ്ട് കരഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ആ സമയത്താണ് ഞാനും ഉപ്പയും ഉമ്മയൊക്കെ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പൊ എല്ലാം അങ്ങോട്ട് വിടുന്നത്, ഞാനവിടെ കൈ മാറ്റി കൊതറി മാറി അങ്ങോട്ട് ചെന്ന് കരടിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കരടി ഒന്നും പറഞ്ഞില്ല. കരടി എന്നെ എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. അവസാനം ഞാൻ കരടിനോട് കുറെ കളിയാക്കലും പിടിക്കലൊക്കെ ആയപ്പോ കരടി എന്റെ നേർക്ക് ചാഞ്ഞ് വന്നപ്പോ ഞാൻ ചത്ത പോലെ കിടന്നു. അപ്പൊ കരടി എന്റെ ചെവിട്ട് വന്നിട്ട് പറയാണ്, ഒരാളെങ്ങനെ അപമാനിക്കുന്നതിന് ഒരു പരിധി ഉണ്ട്, നീ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്. കരടി ആ കുട്ടിന്റെ അടുത്താണ് മാറിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ ആ കുട്ടിന്റെ അടുത്ത് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ചിന്തിയും അഞ്ജലിയും കൂടിയിട്ടുണ്ട് ഒരു മരത്തിന്റെ മുകളിൽ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു അവരോട്, നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നത് ചോദിച്ചപ്പോൾ കരടിനെ കണ്ട് പേടിച്ചിട്ടാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞത്. അങ്ങനെ ചിന്ത അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനത്തെ ആ സമയത്ത് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ പറഞ്ഞു പറയല ആ ഒരു ടൈമിങ് ആണ്. കൊള്ളാം, നിന്നെ കൊണ്ട് പറ്റുന്ന രീതി ചെയ്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായി. ഇന്നെങ്കിലും ടാസ്കുകളിൽ പങ്കെടുക്കാൻ നോക്കുക, ഇങ്ങനെ ഒഴിഞ്ഞുമാറി നടക്കാതിരിക്കുക. ഓക്കെ, ഒഴിഞ്ഞു മാറിയതല്ല, ഞാനൊരു കാര്യം പറയാം. അതായത് ടാസ്കിന്റെ ടൈം എന്ന് പറയുമ്പോ ഞാൻ പുലർച്ചെ 3:30-4 മണിയാകുമ്പോൾ വർക്കിന് പോകണം. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുന്നത് 12 മണിക്ക്. പിന്നെ ഞാൻ ആ സമയത്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും ഉച്ചയ്ക്ക് ചെറിയ ക്ഷീണമുണ്ടാവും. അപ്പൊ കിടന്നുറങ്ങുന്ന ടൈമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ടാസ്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ബാക്കി എത്ര സമയത്തൊക്കെ ടാസ്ക് വെച്ച് എനിക്ക് സുഖമായിട്ട് പങ്കെടുക്കുക. നിലവിൽ ഈ ഷോയെ കുറിച്ച് മനസ്സിന്റെ അഭിപ്രായം ഉണ്ടോ? മനസ്സ് പുറത്തുനിന്ന് കണ്ട ഒരു ഷോ ആണോ അകത്ത് കയറിയപ്പോ? അങ്ങനല്ല, അതായത് പുറത്തുനിന്ന് ഞാൻ വിചാരിച്ച അകത്ത് വന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാന്നുള്ളത്. പക്ഷെ ഇതിലുള്ള പല കണ്ടസ്റ്റന്റും മറ്റൊരു ഫ്ലോപ്പാ. ഈ ചിന്ത നേരത്തെ പറഞ്ഞിരുന്നു വന്ന വയസ്സാടേണ്ടൊക്കെ ഭയങ്കര നമുക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അവിടത്തുള്ള കണ്ടസ്റ്റന്റ് മര്യാദക്ക് ആവണം. എനിക്ക് തോന്നിയിട്ടുണ്ട് ആരും നല്ലൊരു കണ്ടസ്റ്റന്റ് ആരും തോന്നിയിട്ടൊന്നുമില്ല. കാരണം ശരി, നമുക്ക് നോക്കാം, ഇനിയുള്ള ദിവസങ്ങളിൽ നോക്കാം. മനസ്സു മ്യൂട്ട് ചെയ്തോളൂ. വളരെ സുപ്രധാനപരമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ തുടക്കത്തിൽ ചർച്ച ചെയ്തിരുന്നു. ഈ ഷോയ്ക്ക് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഒരു വ്യവസ്ഥ വെള്ളിയാഴ്ചയുള്ള ഷോ ആണത്. ഇതിനകത്ത് ആർക്കെങ്കിലും വന്ന് എന്തെങ്കിലും കാണിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അങ്ങനെ കാണിച്ചിട്ട് പോകുന്നവർ ഈ ഷോയിൽ തുടരാൻ അർഹരുമല്ല. ഞാൻ പറഞ്ഞ വേറെ ആരെ കുറിച്ചല്ല. ഡേവിഡ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? പറഞ്ഞോളൂ സിരാജ്. ഡേവിഡ്, താങ്കൾ ചെയ്തത് ശരിയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ അവസാന സമയങ്ങളിൽ താങ്കൾ കാണിച്ചത് ശരിയാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, ആ സമയത്ത് വോയിസ് റൈസ് ചെയ്ത് സംസാരിച്ചു. എനിക്ക് അവസരം തന്നു, പക്ഷെ എനിക്കത് ഇൻട്രസ്റ്റ് വന്നപ്പോൾ എനിക്കത് ഒരു ദേഷ്യം വന്നു. ശരിയാണ്, വോയിസ് റൈസ് ചെയ്ത് ഞാൻ സംസാരിച്ചത് തെറ്റാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. ഞാനത് അക്സെപ്റ്റ് ചെയ്തു. അത് വോയിസ് റൈസ് ചെയ്യാൻ പാടില്ലായിരുന്നു. അത് പക്ഷെ ഞാൻ അതങ്ങനെ വോയിസ് റൈസ് ചെയ്ത് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി സംസാരിക്കാനും തോന്നി. പക്ഷെ അങ്ങനെ ആ വോയിസ് കൂടി വന്നപ്പോഴത്തേന് എനിക്ക് അത് പിന്നെ സംസാരിക്കാൻ അവസരം കിട്ടിയില്ല. എന്റെ അവസരം ഞാൻ ഡേവിഡ്, താങ്കൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ട ഒരു വ്യക്തിയാണ്. താങ്കൾ തന്നെ താങ്കളുടെ ഭാഗത്ത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ള കണ്ടസ്റ്റൻസ് അതെങ്ങനെ വിലയിരുത്തും? മറ്റുള്ള കണ്ടസ്റ്റൻസ് നാളെ ഇതേ പാത പിന്തുടരാൻ ഞങ്ങൾ എവിടെ ചെന്ന് നിൽക്കും? താങ്കൾക്ക് അതിനെക്കുറിച്ച് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ആരുടെ അടുത്തും. ഞാൻ വോയിസ് റൈസ് ചെയ്ത് സംസാരിച്ച കാര്യം തന്നെയാണ് സംസാരിക്കാൻ വേണ്ടി വന്നത്. ഞാൻ അവിടെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുക, അല്ലെ ഹോസ്റ്റിനെ ബഹുമാനം ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുക, മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചിട്ടേ ഇല്ല. ഒരു കാര്യം ഡേവിഡ്, ഇത് ടാസ്ക് പാനലാണ്. ടാസ്ക് പാനലിലെ ഭൂരിപക്ഷ തീരുമാനം പ്രകാരമാണ് ഇവിടെ ഓരോ കാര്യങ്ങളും നടപ്പിലാവുന്നത്. അതിന്റെ തീരുമാനം എന്താണെന്ന് അറിയിക്കും. അതിനു മുമ്പ് ആരവി എന്നൊരു കണ്ടസ്റ്റന്റിനെ, ധനുഷ് എന്ന കണ്ടസ്റ്റന്റിനെ താങ്കൾ എന്തൊക്കെ പറഞ്ഞത്? ആരവിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആരവിക്ക് സംസാരിക്കാനുള്ള വേദിയാണത്. ആരവി പറയും. നേരത്തെ ഒരു ക്ലാരിഫിക്കേഷൻ എന്നെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ ഞാനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണമെന്നുണ്ട് ശ്രീരാജ് ചേട്ടാ. അപ്പൊ ഞാൻ അത് പറയാം. പറഞ്ഞോളൂ. ഫസ്റ്റ് ഞാനിവിടെ ഒരു ഫേവറിസം കാണിച്ചു പറഞ്ഞു. ഫസ്റ്റ് ജിതിന്റെ കാര്യത്തിൽ തന്നെ തുടങ്ങാം. ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ ഫയർ ചെയ്തിട്ടുള്ള, ഏറ്റവും ഒരു സെക്കൻഡ് പോലും സംസാരിക്കാൻ അവസരം കൊടുക്കാതെ ഞാൻ ഏറ്റവും കൂടുതൽ ഫയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ജിതിനാണ്.
ഓരോരുത്തർക്ക് ഞാൻ സംസാരിക്കാൻ അവസരം കൊടുത്ത് അടുത്ത ദിവസം ഓരോ അവസരം ഓരോരുത്തർക്കായിട്ട് കൊടുത്ത് അങ്ങനെ ഓരോ ദിവസം സെലക്ട് ചെയ്ത് ഞാൻ അവസരം കൊടുത്തോണ്ടിരിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ പ്രിൻസിന്റെ സബ്ജക്റ്റിൽ അന്നത്തെ ദിവസം എനിക്ക് എന്റെ പേഴ്സണൽ ഇഷ്യൂ കാരണം ഞാൻ ഇടയ്ക്ക് ഇവിടെ ഹാൻഡിൽ ചെയ്യാമോ എന്ന് ധനുഷിനോട് ഞാൻ ചോദിച്ചിട്ട് ഞാൻ എന്റെ ക്യാമറയും മൈക്കും ഓഫ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓഡിബിൾ അല്ലാതിരുന്ന സമയത്താണ് ഇവിടെ അവരുടെ ടോക്ക് ഉണ്ടാവുന്നത്. അത് നമ്മുടെ യൂട്യൂബ് ലിങ്കിൽ തന്നെ ഉണ്ട്. തിരിച്ച് ഞാൻ വന്നപ്പോൾ ഞാൻ കാണുന്നത് അത് പ്രിൻസ് സംസാരിച്ച് അവസാനിപ്പിക്കുകയും ഡേവിഡ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പക്ഷെ പ്രിൻസ് ഞാൻ കണ്ടിരുന്ന എനിക്കറിയുന്ന ഒരു പ്രിൻസ് ഉണ്ട്. ആ പ്രിൻസ് ഒരുപാട് ചേഞ്ച് ആയിട്ടാണ് ഇതിനകത്ത് നിൽക്കുന്നത്. ഭയങ്കര കാമായിട്ട് പ്രിൻസ് ഇപ്പൊ ഒരു കാര്യം പറയാൻ ഭയങ്കര കാമായിട്ടാണ് പ്രിൻസ് ഇതിനകത്ത് നിന്ന് സംസാരിക്കുന്നത്. അത് എനിക്ക് അതുകൊണ്ട് തന്നെ പ്രിൻസിനോട് റെസ്പെക്ട് ഉണ്ട്. എനിക്ക് ഒരു ഫേവറേറ്റ്സ് ഒരാൾക്കും ഇല്ല. ജിതിനോട് എനിക്കിപ്പോ റെസ്പെക്ട് ഉണ്ട്. കാരണം ജിതിന്റെ തെറ്റ് മനസ്സിലാക്കി ജിതിന് അതിനു വേണ്ടിയിട്ട് അവസരം നഷ്ടപ്പെട്ട അവസരം എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി അത് തിരുത്തി ക്ഷമ പറഞ്ഞ് അതിനു വേണ്ടി പ്രയത്നിച്ചു. അതായത് റേസ് ചെയ്തിട്ടോ പ്രശ്നം ഉണ്ടാക്കിയോ അല്ല അവസരം ജിതിൻ നേടിയെടുത്തത്. ജിതിൻ പ്രയത്നിച്ച് നേടിയെടുത്തിട്ടുള്ള അവസരം. അതുപോലെ തന്നെ പ്രിൻസ് ഭയങ്കര കാമായിട്ട് സംസാരിച്ചു. അപ്പം ഞാൻ കേട്ടപ്പോൾ ഞാൻ അതാണ് കേൾക്കുന്നത്. അവിടെ വേറെ അനാവശ്യ വാക്കുകൾ കേട്ടപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ ഞാൻ ഓഡിബിളും ആയിരുന്നില്ല. തിരിച്ചു വന്നപ്പോ ഞാൻ കാണുന്നത് ഡേവിഡ് റൈസ് ചെയ്യുന്നതാണ്. അപ്പൊ നീ എന്ന് പറഞ്ഞൊരു വാക്ക് അത് ഞാൻ ഓൺ ചെയ്തു. ഞാൻ അവിടെ പ്രിൻസിനോട് മ്യൂട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. പ്രിൻസ് സംസാരിക്കാതിരിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോഴാണ് നീ എന്നുള്ളൊരു വാക്ക് കേൾക്കുന്നത്. അപ്പൊ ഞാൻ അത് ഇന്റർപ്രറ്റ് ചെയ്തു. പിന്നീട് അത് കഴിഞ്ഞ വീക്കെൻഡ് എന്നുവെച്ചാൽ ഡേവിഡിന് സംസാരിക്കാൻ അവസരം കൊടുത്തില്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞു. ഒരു ഡേവിഡിന് സംസാരിക്കാൻ അവസരം കൊടുക്കുമ്പോൾ ഡേവിഡ് ഉണ്ടാവാറില്ല. പിന്നെ ബാക്കിയുള്ളവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ ഒരാൾക്ക് അവസരം കൊടുക്കാൻ പറ്റില്ല. ഒരാള് സംസാരിക്കുന്ന ടൈമിലാണ് പെട്ടെന്ന് ഡേവിഡ് എപ്പോഴും കയറി വരാറുള്ളത്. നമ്മുടെ കയ്യിൽ റെക്കോർഡ് ഉണ്ടായിട്ടുണ്ട്. ഡേവിഡ് കയറി വന്നിട്ട് മ്യൂട്ട് ചെയ്യാൻ പലപ്പോഴും പറയേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഞാനും ധനുഷായാലും പലപ്പോഴും മ്യൂട്ട് ചെയ്യ് നിങ്ങളുടെ അവസരം വരട്ടെ എന്ന് പറയേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതിവിടെ നിൽക്കുന്ന ഓരോ കണ്ടസ്റ്റൻസും അറിയാതെ സംസാരിക്കുന്നതിന് ഇടയിലാണ് ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ളത്. അവരുടെ അവസരമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അപ്പൊ പിന്നെ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം ഡേവിഡ് റേസ് ആയിട്ട് തന്നെ ആയിരുന്നു സംസാരിച്ചത്. ഇതിന്റെ കുറച്ചുകൂടി താഴ്ന്നിട്ട് അത്ര ടോൺ വന്നിട്ടുള്ളൂ. പക്ഷെ എന്നാലും റേസ് ആയിട്ട് തന്നെ സംസാരിച്ചു. നമ്മൾ അതുകൊണ്ട് അവസരം കൊടുത്തില്ല. ഈ ദിവസം അവസരം കൊടുത്തപ്പോഴത്തേക്കും ചോദ്യം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് മുമ്പേ ഡേവിഡ് പറഞ്ഞു പുറത്തുള്ള കാര്യമല്ല ഗ്രൂപ്പിലെ കാര്യം പറഞ്ഞു. അപ്പൊ ക്ലിയർ ആക്കി കൊടുക്കുന്നുണ്ട്. ഗ്രൂപ്പിലുള്ള കാര്യം തന്നെയാണ് ചോദിച്ചത്. അപ്പൊ ഡേവിഡ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഞാൻ ഗ്രൂപ്പിൽ പലതും സംസാരിക്കും, അത് ഞങ്ങൾ ചോദിക്കുന്നത് എന്തിനാണ്? ഇവിടെ നമ്മൾ ചോദിക്കാനല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്? ഞാൻ എന്റെ ഒരു ഇതില് ഞാൻ ഇവിടെ ഒരാളോടും ഫേവറിസം കാണിച്ചിട്ടില്ല. എനിക്കിതില് നേരത്തെ അറിയുന്ന പലരും ഉണ്ടാവും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ശത്രുക്കളെ ഉള്ളൂ. ഞാൻ ആരോടും ഭയങ്കരമായ ബോണ്ടോ കണക്ഷനോ ഒന്നും ഇതിനകത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്കിനകത്ത് ഫേവറിസം കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നെ അറിയുന്നവരുണ്ടാവും. ഞാൻ ഒരാളത്തെ എങ്ങനെയാ നിൽക്കുന്നതെന്ന് അറിയാം. ഒരാളെടുത്ത് ഇഷ്ടമാണെങ്കിൽ പോലും ആളുടെ ശരിയും തെറ്റും എടുത്ത് ചൂണ്ടിക്കാട്ടി പറയും. ദേഷ്യപ്പെടേണ്ട ഒരാൾ തന്നെയാണ് ഞാൻ. അപ്പൊ റാഷനെ കൊണ്ട് സോറി പറയിച്ച് ശരിയായില്ല എന്ന് പറഞ്ഞു. ഇവിടെ സ്വന്തം നാട്ടിലെ വാക്ക് ഉപയോഗിച്ചിട്ട് മനസ്സിൽ പോലെ ഉദ്ദേശിച്ച് അർത്ഥം കാണാതെ ഒരാൾ പറഞ്ഞ വാക്കിന് എല്ലാവരുടെയും മുന്നിൽ പലതവണ സോറി പറയിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ മനുഷ്യത്വമില്ലാത്തവൻ, ദയയില്ലാത്തവൻ, കൊലപാതകി എന്ന് ഏത് ഗെയിമിന്റെ ഭാഗമായിട്ട് പറഞ്ഞാലും അത് ഏറ്റവും തെറ്റ് തന്നെയാണ്. അവരെ കൊണ്ട് സോറി പറയിച്ചതിന് എനിക്ക് ഒരു വിഷമവും ഇല്ല. ഞാൻ ഇപ്പോഴും അത് റിഗ്രറ്റ് ചെയ്യുന്നില്ല. കാരണം ഒരു കണ്ടസ്റ്റന്റിനെ അത്രയും മോശമായിട്ടാണ് സംസാരിച്ചത്. വേറെ ഒരു വാക്കല്ല, ആ ആള് കൊല്ലാൻ മടിക്കാത്തവനാണെന്ന് ഒരു ഷോയില് ഇത്രയും 300 ആൾക്കാരുള്ള ഒരു ഷോയില് വന്നിട്ട് പറയണം അയാൾ കൊല്ലാൻ മടിക്കാത്തവനാണ്, വൃത്തികെട്ട ഗെയിം കളിക്കുന്നവനാണ്, തേയില്ലാത്തവനാണ്, മനുഷ്യത്വം ഇല്ലാത്തവനാണ്. ആ വ്യക്തിയെ കൊണ്ട് സോറി പറയിച്ചതിന് എനിക്ക് ഒരു വിഷമമില്ല. ഇതിനൊക്കെ തന്നെ എതിർത്താലും ഞാൻ ഇപ്പോഴും അത് റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഇതിന്റെ ഒരു പേരിൽ റഷ്യക്ക് വിഷമം വന്നിട്ടുണ്ടെങ്കിൽ അതിനെനിക്കൊരു കുഴപ്പമില്ല. റഷ്യയുടെ അടുത്ത് എനിക്ക് പ്രത്യേക ഒരു ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. റഷ്യ ഇവിടെ എനിക്ക് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എങ്ങനെയാണോ അങ്ങനെയുള്ള കണ്ടസ്റ്റൻസ് തന്നെയാണ്. റഷ്യനെ അപ്രിഷിയേറ്റ് ചെയ്തതും ഞാൻ തന്നെയാണ്. റഷ്യ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, നല്ല കാര്യങ്ങൾ പറഞ്ഞ് റഷ്യനെ കൊണ്ട് പാട്ട് പാടിച്ചിട്ടുണ്ട്. റഷ്യ പാട്ട് പാടുന്നത് അപ്പൊ ഇല്ലാത്ത ഒരു വിഷമം അല്ലെങ്കിൽ അപ്പൊ ഇല്ലാത്ത ഒരു പ്രശ്നം എന്തിനാണ് റഷ്യ ചെയ്ത തെറ്റിന് വഴക്ക് പറയുമ്പോൾ ഉണ്ടാവുക എന്നുള്ളത് എനിക്കറിയില്ല. അതൊക്കെയാണ് ഡേവിഡ് എടുത്ത് കാണിച്ചത്. റേസ് ചെയ്തും പലവട്ടം ക്വസ്റ്റ്യൻ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഒരു എന്താ പറയാ വേറൊരു ആറ്റിറ്റ്യൂഡിൽ ഡേവിഡ് സംസാരിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ അത് കട്ട് ചെയ്ത് പോകേണ്ടി വന്നത്. അപ്പം എനിക്ക് ഫസ്റ്റ് ടൈം ആണ് ഒരു കണ്ടസ്റ്റൻസിന് ഡേവിഡിന്റെ അവസരമല്ല, എന്റെ അവസരമാണ്. ആദ്യമായിട്ടാണ് എനിക്ക് ഒരു കണ്ടസ്റ്റൻസിന്റെ അടുത്ത് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. ഞാൻ പലതവണ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്.
എല്ലാ കണ്ടസ്റ്റൻസിനെ ഫയർ ചെയ്തിടത്ത് നല്ലത് പറയേണ്ടടുത്ത് നല്ലത് പറഞ്ഞിട്ടുണ്ട്. അവരത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ വന്ന് നിന്ന് സംസാരിക്കുന്നത് ആരുമായിട്ടല്ല, ബിഗ് ബോസ് മഴവിൽ സീസൺ 1 ഹോസ്റ്റ് ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത്. എനിക്ക് ഇവിടെ വ്യക്തിപരാഗിയോ ഫേവറിസോ ഒന്നും കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ഇവിടെ ഹോസ്റ്റ് ആണ്. ഇവിടെയുള്ള ഓരോ കണ്ടസ്റ്റൻസും എനിക്ക് കണ്ടസ്റ്റൻസും മാത്രമാണ്. അല്ലാതെ എനിക്ക് പ്രത്യേകം ഒരു പരിഗണന കാര്യങ്ങൾ ഒരാൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അവസരം ഇവിടെ നഷ്ടപ്പെട്ടിട്ടുള്ള പലരും ഉണ്ട്. അതിന്റെ റീസൺ എന്താണെന്ന് അവർക്ക് തന്നെ അറിയുകയും ചെയ്യാം. ശ്രീരാജേട്ടാ, എനിക്ക് ഇത്രേ ഉള്ളൂ പറയാം. ഞാൻ ഇത്രയും പറഞ്ഞു വൈൻഡപ്പ് ചെയ്യാം. ഞാനൊന്ന് പറഞ്ഞോട്ടെ ശ്രീരാജ്. പറയൂ. ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരുപാട് കാര്യം എവിക്ഷൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ആരും ഈ ഹോസ്റ്റ് പറഞ്ഞതിൽ എനിക്ക് ഒബ്ജക്ഷൻ ഉണ്ട്. ഹോസ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ആ പ്രിൻസിന്റെ വിഷയത്തിൽ ഹോസ്റ്റ് എങ്ങും പോയിട്ടില്ല. ഹോസ്റ്റ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഹോസ്റ്റായിട്ട് നിന്ന് ആർവി തന്നെയാണ്. എനിക്ക് സംസാരിക്കാനുള്ള അവസരത്തിൽ പ്രിൻസ് സംസാരിച്ചപ്പോൾ ഇപ്പൊ കാമാണെന്ന് ഏറ്റവും കൂടുതൽ കാമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പൊ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ. ഞാൻ മോശക്കാരനും പ്രിൻസ് ഏറ്റവും കാമായിട്ട് ഏറ്റവും നല്ലൊരു വ്യക്തിയായിട്ടാണ് ഇപ്പൊ നിങ്ങൾ തമ്മിലുള്ള വിഷയം പറഞ്ഞിട്ട് അവസാനം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇതിനകത്ത് കാര്യങ്ങൾ ചെയ്യാണ്ട് അടക്കമുണ്ട്. ഒരു 2 മിനിറ്റ് നിർത്തിക്കോളാം. ഇപ്പൊ ആര്വി പറഞ്ഞല്ലോ, ആര്വി ഏറ്റവും കാമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഇവിടെ പോകുന്ന ഏറ്റവും നല്ല മത്സരാർത്ഥി, ഏറ്റവും നല്ല വ്യക്തിയാണെന്ന് പറഞ്ഞല്ലോ പ്രിൻസ്. ഇവിടെ ഏറ്റവും കൂടുതൽ മോശപ്പെട്ട വാക്കുകൾ സംസാരിച്ചിട്ടുള്ള വ്യക്തിയും എന്തൊക്കെയാണ് ആ ഗ്രൂപ്പിൽ, എന്റെ ഗ്രൂപ്പിൽ തന്നെ എത്ര പ്രാവശ്യമാണ് എന്നെ ഇയാളെന്നും അയാളെന്നും പിന്നെ പെണ്ണാളെന്നും ഒരുപാട് വാക്കുകൾ ഞാൻ പ്രിൻസിനോട് പ്രിൻസ് നീ ഇതിനകത്തായോണ്ട് മാത്രമാണ് ഈ ഇതെല്ലാം ഇപ്പൊ ആരും സപ്പോർട്ട് ചെയ്യാണ്. യെസ്, അതിൽ ഞാൻ പറഞ്ഞതിൽ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞ അത് ചോദിച്ചില്ലല്ലോ, അതിന് ചോദിച്ചില്ലല്ലോ. ഇന്ന് ഡേവിഡ് എന്ന് പറഞ്ഞ വ്യക്തി മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ആര്വി പറഞ്ഞ എന്റെ സാരാംശം എന്താണെന്ന് അറിയോ? പ്രിൻസ് എന്നൊരു വ്യക്തി ഇങ്ങനെ അല്ലായിരുന്നു കാഴ്ചപ്പാട്, പുള്ളിയുടെ കാഴ്ചപ്പാട് ഇങ്ങനെ അല്ലായിരുന്നു. ഇങ്ങനെ നിജമായിട്ട് സംസാരിക്കും, പറയുന്നത് മുഴുവൻ കേൾക്കൂ. എനിക്ക് മനസ്സിലായ കാര്യം പറയണത്, എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. മനസ്സിലായോ? ഞാൻ പറഞ്ഞ നിങ്ങൾ മനസ്സിലാക്കൂ. ഞാൻ പറഞ്ഞ കേൾക്കാദ്യം. നിങ്ങൾ തോക്കി കയറി ഇവിടെ വയ്ക്കാതെ. നിങ്ങൾ പറഞ്ഞ മാത്രം, നിങ്ങൾ ആകാശവാണിയില്ല, നിങ്ങൾ പറഞ്ഞ മൊത്തം ഞങ്ങൾ കേട്ടോണ്ടിരുന്നത്, ഞങ്ങൾ മിണ്ടായിരിക്കാൻ കേട്ടോ. അപ്പം ആര്വി പറഞ്ഞ എനിക്ക് മനസ്സിലായത് പ്രിൻസ് എന്ന വ്യക്തിയുടെ കാഴ്ചപ്പാട് ഇങ്ങനെ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ ഇങ്ങനാണ് എന്നാണ് പറഞ്ഞത്. അല്ല നിങ്ങളെ മോശക്കാരനാക്കിയിട്ടും പ്രിൻസിനെ വാഴ്ത്തപ്പെട്ട ദൈവമായിട്ടല്ല പറഞ്ഞേക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്താ പറയാനുള്ള പറയും. അല്ല ഇപ്പൊ അത് തീർന്നു, എനിക്ക് കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല. ഞാൻ നമ്മൾക്ക് ഒരു 9-10 റൂൾസ് ഉണ്ടായിരുന്നേ. അതിൽ ഏറ്റവും ആദ്യത്തെ റൂൾസ് ലെറ്റ്സ് കമ്മ്യൂണിക്കേറ്റ് റെസ്പെക്ട്ഫുള്ളി ആൻഡ് റിഫ്രെയിൻ ഫ്രം യൂസിങ് ഇൻഅപ്രോപ്രിയേറ്റ് ലാംഗ്വേജ് ടുവേർഡ്സ് വൺ അനദർ. ഇതിപ്പോ അന്നത്തെ ദിവസം ഞാനും പ്രസന്റ് ആയിരുന്നു. അന്ന് കറക്റ്റ് ആയിട്ട് എനിക്കറിയാം. എനിക്ക് PM അയച്ചതാ, ഈ ആരോഗ്യ മെസ്സേജ് അയച്ച്, എടാ ഞാനില്ല, ഒന്ന് ഹാൻഡിൽ ചെയ്യണം. അപ്പൊ ഞാൻ അറിഞ്ഞ കാര്യം, ഓക്കെ പ്രിൻസിന്റെ സൈഡിൽ തെറ്റുണ്ട്. ഇയാള് വിളിച്ചപ്പോ ഡേവിഡും നീ വിളിച്ച് ഓപ്പോസിറ്റ് റിയാക്ഷൻ വന്നു. അപ്പൊ ആ സമയത്ത് ഈ പറയുന്ന പ്രിൻസും തെറ്റുകാരാണ്, ഈ പറയുന്ന ഡേവിഡും തെറ്റുകാരൻ. ഞാൻ പറഞ്ഞു തീരുന്ന വരെ ഡേവിഡ് മ്യൂട്ടായി നിൽക്കണം. എന്നിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞ അതിന് രണ്ടാമത്തെ റൂള് അക്സെപ്റ്റ് ദ ഡിസിഷൻ ഓഫ് ജഡ്ജി. അത് ജഡ്ജീസ് ആണെങ്കിലും ശരി, ഹോസ്റ്റ് ആണെങ്കിലും ശരി, ഞങ്ങളുടെ ഡിസിഷൻ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. അത് ഇന്നേ വരെ ആരും അക്സെപ്റ്റ് ചെയ്തില്ല. പല കണ്ടസ്റ്റന്റും അക്സെപ്റ്റ് ചെയ്തില്ല. എല്ലാ കണ്ടസ്റ്റന്റ് പറയുന്ന പല കണ്ടസ്റ്റൻസ്, എസ്പെഷ്യലി ചില കണ്ടസ്റ്റൻസ്. മൂന്നാമത്തെ റൂൾ പ്ലേ വിത്ത് ഓണസ്റ്റി ആൻഡ് നോ ചീറ്റിംഗ്. പല കണ്ടസ്റ്റന്റും ബാക്കിൽ നിന്ന് ചീറ്റിംഗ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്കറിയാം, പക്ഷെ ഞങ്ങൾ ഇതുവരെ അതിനുള്ള ചോദ്യം ചോദിച്ചിട്ടില്ല. 24/7 അവൈലബിലിറ്റി വിത്ത് എസെൻഷ്യൽ ഇഫ് പോസിബിൾ. സോ പ്ലീസ് എൻഷുർ യു ആർ ഓൾവേസ് ആക്റ്റീവ്. ഇതും കൂടി പറഞ്ഞാലും പല കണ്ടസ്റ്റന്റ് ആക്റ്റീവ് അല്ല. ടാസ്കിന്റെ സമയത്ത് വന്ന് എന്തെങ്കിലും പറഞ്ഞത് പോകും. അന്നിത് വരും ഇപ്പം ചെയ്താൽ മതിയല്ലോ ഒരു ടാസ്ക്. അവരല്ല തീരുമാനിക്കണം എപ്പോഴാ ടാസ്ക് ചെയ്യിപ്പിക്കണം, എന്ത് ടാസ്ക് ചെയ്യിപ്പിക്കണം. ഞങ്ങളാ തീരുമാനിക്കണം എന്ത് ടാസ്ക് ചെയ്യിപ്പിക്കണം, എങ്ങനെ ടാസ്ക് ചെയ്യിപ്പിക്കണം. Please refrain from attempting to contact the judges or our crew member until the show has concluded. പല കണ്ടസ്റ്റന്റ് ഇപ്പോഴും ക്രൂ മെമ്പേഴ്സ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്, ഇപ്പോഴും ക്രൂ മെമ്പേഴ്സ് ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. പ്ലീസ് റിഫ്രെയിൻ ഫ്രം ബുള്ളിങ് അതേഴ്സ്. ഇത് സ്പെഷ്യലി പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ബുള്ളി ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട്. അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട്, ആ ലിമിറ്റേഷൻ ക്രോസ് ചെയ്യുന്നുണ്ട്. അതിനെ സംസാരമായിരുന്നു ഇന്നലെ വൈകിട്ട് സംസാരിച്ചത്. അതും പ്രിൻസും ഡേവിഡും രണ്ടുപേരും തെറ്റുകാരാണ്. പിന്നെ 8ാമത്തെ points will be awarded based on judgment and nomination will be the final decision of the judge.
പോയിന്റ്സ് ഇതുവരെ ഞങ്ങൾ വോട്ടിംഗ് സിസ്റ്റമിൽ ജഡ്ജസിന്റെ പോയിന്റ് കൗണ്ട് ചെയ്തില്ല. പക്ഷെ ഈ നിമിഷം തൊട്ട് ജഡ്ജസിന്റെ പോയിന്റ് കൗണ്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എവിക്ഷൻ പ്രോസസ് നടക്കത്തുള്ളൂ. പ്രത്യേകം നോട്ട് ചെയ്യുക, കണ്ടസ്റ്റൻസ് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇന്ന് മുതല് വോട്ടിംഗ് എന്ന് പറയുന്നത് ഇൻസ്റ്റാ വോട്ടിംഗ്, വാട്സപ്പ് വോട്ടിംഗ് മാത്രമല്ല, ജഡ്ജസിന്റെ വോട്ടിങ്ങും കൂടെ കൗണ്ടബിൾ ആകും. ഇനിയുള്ള എവിക്ഷൻ ജഡ്ജസിന്റെ കൂടെ ഇത്രയും നാൾ നമ്മൾ ചെയ്തത് വെറും ഇൻസ്റ്റാ വാട്സപ്പ് ഒക്കെ നോക്കിയിട്ടാണ്, ജഡ്ജസിന്റെ അങ്ങനെ എടുത്തിട്ടില്ലായിരുന്നു. ഇനി മുതൽ ജഡ്ജസിന്റെ കൂടെ ഞങ്ങൾ കൗണ്ടബിൾ ആക്കും. അത് പ്രത്യേകം കണ്ടസ്റ്റൻസ് നോട്ട് ചെയ്ത് വയ്ക്കുക. പറയൂ ധനേഷ്. 9th point, if you leave the show halfway through the route, a penalty will be imposed as punishment for the early departure. ഏതെങ്കിലും കണ്ടത് പകുതി വരെയും ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ അവർക്ക് പെനാൽറ്റി ഉണ്ട്. പെനാൽറ്റി ചെയ്തിട്ടില്ല, ആ റൂള് ഞങ്ങൾ ക്യാൻസൽ ചെയ്ത്. എന്താണ് പറയാ, ഞങ്ങൾക്ക് മനസാക്ഷി അല്ലെങ്കിൽ ഈ പറയുന്ന ഹ്യൂമാനിറ്റി പറയുന്ന സംഭവം ഞങ്ങളെ അകത്തുള്ള കൊണ്ട് പെനാൽറ്റി പറയുന്ന സംഭവം ചെയ്തിട്ടില്ല. റിയൽ ബിഗ് ബോസ് പെനാൽറ്റി പറയുന്ന സംഭവം ഉണ്ട്. നിങ്ങൾ പകുതി വരെയും ഉപേക്ഷിച്ച് പോയാൽ ഈ ഷോയിനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന പോലെ അത് പല കണ്ടസ്റ്റന്റും ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഞാൻ പേരെടുത്ത് പറയുന്നില്ല. 10th point, never challenge the judges on elimination, nomination or their judgment. A first appeal incurs no penalty, but a second appeal will result in a deduction of point. A deduction of point ഈ പറയുന്ന ജിതിനും കിട്ടിയേക്കുന്ന എക്സ് കണ്ടസ്റ്റന്റും കിട്ടിയ 0 മാർക്ക് യെല്ലോ കാർഡ്. പക്ഷേ ഡേവിഡിന് ഞാൻ തന്നെ റെഡ് കാർഡ്. ഡേവിഡിന് ഇനിയും ഈ ഷോ വിട്ടു പോവാം. നിങ്ങൾ ഈ ഷോയ്ക്ക് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് വയലേറ്റ് ചെയ്യുന്നവർക്ക് ഈ ഷോയിൽ തുടരാൻ പറ്റില്ല. വളരെ വിഷമത്തോടു കൂടി പറയാണ്, താങ്കൾക്ക് ഈ ഷോയിൽ തുടരാൻ കഴിയില്ല. താങ്കൾക്ക് ഈ ഷോയിൽ നിന്നും താങ്കളെ എലിമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ അക്സെപ്റ്റ് ചെയ്യാണ്. നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞു. ഓക്കെ, ഞാനൊന്ന് പറയാൻ വേണ്ടി ഇന്നപ്പോ സമയത്ത് വീണ്ടും രണ്ടുപേര് വീണ്ടും സംസാരിച്ചു. എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. 2 മിനിറ്റെങ്കിലും എനിക്ക് തരാൻ പറഞ്ഞിട്ട് എനിക്ക് ഇനി കൂടുതൽ ഒന്നും സംസാരിക്കാനല്ല. കാരണം ഈ ഒരു ഷോ വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി എനിക്കറിയാം നല്ല രീതിയിൽ. നമ്മള് അറിയാം, ഞാൻ ആളുടെ പേരെടുത്ത് പറയുന്നില്ല. ആ വ്യക്തി നല്ല എൻ്റെ അടുത്ത സുഹൃത്തുമായിരുന്നു. നോ പ്രോബ്ലം. അയാളെ ഈ ഷോയ്ക്ക് എതിരായിട്ടോ അല്ലെ ഈ ഷോയെ മോശപ്പെടുത്താനോ ഒന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. ഇതിനകത്ത് വന്നൊരു മത്സരാർത്ഥിയാണ് ഞാൻ. എനിക്ക് എന്റെ കണ്ണിൽ കണ്ട കാര്യങ്ങൾ ചോദിക്കേണ്ടടുത്ത് ഞാൻ ചോദിച്ചിട്ടുമുണ്ട്. അതിപ്പോ ഹോസ്റ്റ് ആണെങ്കിൽ ചോദ്യം ചെയ്യാൻ പാടില്ലെന്നൊന്നുമില്ല. ഹോസ്റ്റിനോടും നമുക്ക് തെറ്റ് കണ്ടാൽ ചോദ്യം ചെയ്യാം. അത്രേ. ഞാൻ അത് ചോദ്യം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു കാര്യം ഡേവിഡ് ഇതിനകത്ത് ഇനി ശബ്ദം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പോൾ റൂമിൽ റിമൂവ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഉണ്ടാവണ്ട. ഞാനത് പറഞ്ഞോട്ടെ. ഡേവിഡിന് സംസാരിക്കാൻ സമയം തരാം. അതിനു മുമ്പ് എനിക്ക് എന്റെ ക്രൂ മെമ്പേഴ്സിന് പേഴ്സണൽ ഞങ്ങൾ തീരുമാനിച്ച ഒരു കാര്യം, ഡേവിഡ് ആരോപി പറയുന്ന ഹോസ്റ്റിനോട് ക്ഷമ ചോദിക്കണം. ക്ഷമ ചോദിച്ചേ പറ്റൂ. ഞാൻ ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ടാണോ? അതാണോ? എന്തുകൊണ്ടാണ് ക്ഷമ ചോദിക്കണമെന്ന് പറഞ്ഞത്? ഞാൻ മോശമായിട്ട് വാക്കുകളെല്ലാം പറഞ്ഞോ? വോയിസ് റേസ് ചെയ്ത് ഹോസ്റ്റിനോട് സംസാരിച്ച് ആരോപിയോട് ഈ പറയുന്ന ഡേവിഡ് ക്ഷമ ചോദിക്കണം. ഞാൻ ആ വോയിസ് റേസ് ചെയ്തതിന് ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിച്ചല്ലോ. തുടക്കം തന്നെ ഞാൻ പറഞ്ഞല്ലോ. ആരോപിയോട് ചോദിക്കണം. ഓക്കെ, എന്നെങ്കിൽ ആരവി ഒരു ലേഡി അല്ലേ? ഓക്കെ, എന്നാ ആരവിയോട് ഞാൻ സോറി പറയുന്നു. ഞാൻ വോയിസ് റേസ് ചെയ്തു. ക്ഷമ ചോദിക്കണ്ട, ലേഡി ആയതിനല്ല, ഹോസ്റ്റ്. ഓക്കെ, എന്നാ ശരി. ഓക്കെ, ഹോസ്റ്റിനോട് ഞാൻ ക്ഷമ ചോദിച്ചല്ലോ. എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് കണ്ടാൽ, ഞാൻ തെറ്റ് സംഭവിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് അരുവി. ഞാൻ വോയിസ് റേസ് ചെയ്ത് തെറ്റാണെന്ന് ഞാൻ തുടക്കം തന്നെ പറഞ്ഞു. എന്റെ പേര്, ഞാൻ ഹോസ്റ്റ് ആണ്, എന്റെ പേര് ആക്ടിവിറ്റി ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്തിരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ആരവി കാണിച്ച കാര്യത്തിൽ ഫേവറിസം ഉണ്ട് 101%. ഇപ്പോഴും ഞാൻ പറയാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല ഇന്ന് വീണ്ടും ഫേവറിസം പറഞ്ഞോണ്ട് താല്പര്യപ്പെടുന്നില്ല. പറഞ്ഞ് നിർത്തിക്കോട്ടെ. എനിക്ക് അവസരം ഞാൻ ഇപ്പൊ ഞാൻ അവസാനമായിട്ട് ഞാൻ പറയുകയാണ്. വേറൊന്നുമല്ല, ഈ ഷോയുടെ എതിരായിട്ടോ അല്ലെങ്കിൽ ഈ ഷോയ്ക്ക് മോശമാകുന്ന കാര്യങ്ങളൊന്നുമല്ല ഞാൻ ഇതിൽ വന്ന്. ഇപ്പൊ ആരവി പറഞ്ഞല്ലോ, ആരവി പറഞ്ഞു ഞങ്ങളൊരു ഡ്രീമാണ് ഈ ഒരു പരിപാടി. അത് അരുവി നിങ്ങൾക്ക് മാത്രമല്ല ഡ്രീം, ഇതിൽ മത്സരിക്കുന്ന എല്ലാ മത്സരാർത്ഥിക്കും ഡ്രീമുണ്ട്. ഡ്രീം എന്നാണ് പറഞ്ഞത്. ഇതാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുകയും തെറ്റിദ്ധാരണ, നിങ്ങളുടെ തെറ്റിദ്ധാരണ നിങ്ങൾ. എനിക്ക് ഞാനിപ്പോ ഇതിൽ നിന്ന് തർക്കിക്കാൻ വേണ്ടിയല്ല, ഞാൻ പോവാണ്.
ഞാൻ വളരെ മാന്യമായിട്ട് പോവാണ്, തർക്കിക്കാൻ വേണ്ടിയല്ല. എനിക്ക് കിട്ടിയ അവസരത്തിൽ ഞാൻ എനിക്ക് സംസാരിക്കുന്നുള്ളൂ. എന്റെ ഭാഗം ക്ലിയർ ആക്കണമല്ലോ, നിങ്ങൾ പോയാലോ. പിന്നീട് പറഞ്ഞോളൂ, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഇതന്നെയല്ലേ എനിക്ക് ഇത് തന്നെയല്ലേ പറയുന്നത്. എന്റെ അവസരത്തിൽ നിങ്ങൾ കയറി ഇപ്പൊ ഇന്റർപ്റ്റ് നിങ്ങളുടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസരങ്ങൾ നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്ക് അത് ശരിയായി യൂസ് ചെയ്യാൻ അറിയില്ല, അത്രേ ഉള്ളൂ. ഞാൻ എന്ത് സംസാരിക്കണമെന്ന് തീരുമാനിക്കുന്ന ആര് വേണോ? എന്റെ അഭിപ്രായങ്ങൾ എന്റെ അല്ലേ? ശ്രീരാജേട്ടാ മ്യൂട്ട് ചെയ്തോ, അല്ല എന്താണ്? മ്യൂട്ട് ചെയ്തോ. അങ്ങനെയല്ല അത് ഇപ്പൊ പറ്റത്തില്ല ശ്രീരാജ്. ഇപ്പോഴും എന്നെ ഇൻസൾട്ട് ചെയ്യാണ്. എന്ത് ഇൻസൾട്ട് ചെയ്ത്? ഞാൻ എന്താണ് ഇൻസൾട്ട് ചെയ്തത്? എന്താണ് ഇൻസൾട്ട് ചെയ്തത്? ഇതിലെന്താണ് ഞാൻ ഇൻസൾട്ട് ചെയ്തത്? എന്റെ അഭിപ്രായങ്ങളല്ലേ? ആരബിയുടെ അഭിപ്രായങ്ങൾ ഞാൻ പറയണമെന്നുണ്ടോ? തീരുമാനിക്കുന്നത് വൈ തിരിച്ചു ചോദ്യം. ഇവിടെ പലതും സംസാരിക്കും, ചോദിക്കാൻ ഞാൻ ആരാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ ഇപ്പൊ മാനിക്കുലേറ്റ് ചെയ്ത് വേറെ വിഷയമാക്കി അതെ, ആദിത്യ എന്താന്ന് വെച്ചാൽ ചെയ്യാം. ആദിത്യനാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. ആദിത്യ എന്താന്ന് വെച്ചാൽ കൈകാര്യം ഞാനൊന്ന് പറഞ്ഞു തീർത്തോടെ. ഓക്കെ, ഇപ്പോഴും ആരും പറഞ്ഞിട്ടുണ്ട്. അല്ല സംസാരിച്ച് കൊണ്ടുപോകാനൊന്നും താല്പര്യമില്ല. ആദിത്യ എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ തീർന്നു. കാര്യമാണ്. ഞാൻ ആദിത്യ ഓൺലൈൻ ഉണ്ടോ? ഓൺലൈൻ ഉണ്ടോ? ഇല്ല, എനിക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യും. കാര്യങ്ങൾ ചെയ്യും. ഞാനിനി ഗ്രൂപ്പിലോട്ടും വരുന്നില്ല. എനിക്ക് പ്രേക്ഷകരോട്, എനിക്ക് അവരെ മത്സരാർത്ഥികളോട് പറയാനുണ്ട്. അത് പറയാവോ? ഒന്നും പറയാനില്ല. ഇനി ഒരു മത്സരാർത്ഥി ഇല്ല. ഇത്രയും പറയാനുള്ള അവസരം തന്നു. ഓക്കെ, ഞാൻ ശ്രീരാജിനെ ബഹുമാനിക്കുന്നുണ്ട്. ശ്രീരാജ് അറിയാലോ, ശ്രീരാജ് എന്റെ അടുത്ത് പലവട്ടം സംസാരിച്ചിട്ടുണ്ട് നമ്മൾ. പക്ഷെ നല്ല രീതിയിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് ഈ ഒരു പരിപാടി കൊണ്ടുപോകുന്ന എനിക്കറിയാം. ഒരിക്കലും നിങ്ങളെ ഷോയെ കുറിച്ച് മോശമാക്കാനോ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഇന്നലെ ഇട്ട മെസ്സേജ് ഉണ്ടല്ലോ, ഞാൻ ഷോയെ കുറിച്ച് മോശമാക്കാനോ ഒന്നും വന്നിട്ടില്ല. ഇനി അങ്ങനെ ശ്രമിക്കത്തില്ല. അങ്ങനെ ഒരാളല്ല ഞാൻ. ഇതിനകത്ത് കണ്ട കാര്യങ്ങൾ, ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു. സ്വരം നന്നാവുമ്പോ പാട്ട് നിർത്തുക. ഡേവിഡ് പറഞ്ഞ് മനസ്സിലായി. ഓക്കെ, നിർത്തുക. അപ്പൊ അടുത്ത ആദിത്യ എവിക്ഷൻ പ്രോസസ്സിലേക്ക് കിടക്കാം. ആരാണ് ഈ വീക്കിൽ പുറത്തു പോകാൻ പോകുന്നത്? ഈ വീക്കിൽ നിന്നും രണ്ടുപേർ വോക്കൗട്ട് നടത്തി. ഒരാള് ഇപ്പോൾ റിക്കാർഡ് എടുത്ത് പുറത്തുപോയി. മൂന്ന് പേരാണ് ഈ വീക്കിൽ പോകേണ്ടത്. പക്ഷെ എങ്കിലും ഇലക്ഷൻ പ്രോസസ് എന്ന് നമ്മൾ വീക്കെൻഡ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇലക്ഷൻ നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എവിക്ഷൻ നടക്കാൻ പോകുന്നത് എന്ന് ഇപ്പോൾ വരും. ആദ്യ നമുക്ക് എവിക്ഷൻ പ്രോസസ്സോട്ട് പോവാം. അപ്പൊ ബാക്കിയുള്ള 10 പേരായോണ്ട് നമുക്ക് 4 പേരെ സേവ് ചെയ്തിട്ട് എവിക്ഷനിൽ പോകാം. ഓക്കെ, ആരൊക്കെയാണ് 4 സേവ് ആവുന്ന 4 പേര് ആരൊക്കെയാണ്? നോക്കാം, വരൂ. അമൃത, പ്രിൻസ്, മഹാദേവ്, അജ്മൽ അവര് സേവ് ആയി. 4 സേവ് ആണ്. ഓക്കെ, ഇനി സിരാജര അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. പറയൂ. അജ്മൽ ഒന്ന് അവൈലബിൾ ആണോ? അജ്മലിന് ഇന്നലത്തെ കാര്യം ക്ലാരിഫൈ ചെയ്യാം. ഇന്നലെ ഞങ്ങൾ ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു, മറ്റേ മെസ്സേജിന്റെ കാര്യവും വോട്ടിന്റെ കാര്യം. അജ്മലിന് അത് ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പൊ അജ്മലിന് തന്നെ അത് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, ഇന്നലെ എന്റെ പേരിൽ പിന്നെ കുറെ ആരോപണങ്ങൾ, കുറെ കണ്ടീഷൻസ് പിന്നെ ഉന്നയിച്ചിരുന്നു. ഞാൻ ഇൻസ്റ്റയിൽ വോട്ട് ചോദിക്കുന്നുണ്ട്, പേജിൽ നിന്ന് കാര്യങ്ങളൊക്കെ വോട്ട് ചോദിക്കുന്നു പറഞ്ഞിരുന്നു. എന്റെ ആർമി പേജിൽ നിന്ന് പ്രത്യേകിച്ച് പിന്നെ വോട്ട് ചോദിച്ച് കണ്ടീഷൻസിന് മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞു എന്റെ ആർമി പേജ് ആരാ ഹാൻഡിൽ ചെയ്യുന്നത് എനിക്ക് ഇന്നലെ വരെ അറിയില്ലായിരുന്നു. ഞാൻ കുറെ ദിവസമായിട്ട് അവരോട് ചോദിച്ചിരുന്നു. പക്ഷെ ഇന്നലെ ബിഗ് ബോസ് പറഞ്ഞതിന് ശേഷം ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു. അന്നേരം തന്നെ എന്നോട് പറഞ്ഞില്ല. ഞാൻ ബിഗ് ബോസ് മെസ്സേജ് പിന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിരുന്നു. ഇന്ന് മോർണിംഗ് എനിക്ക് പിന്നെ ആ വ്യക്തി ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു. അപ്പൊ എന്റെ ഒരു അടുത്തൊരു കൂട്ടുകാരിയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ഒരു സർപ്രൈസ് ആയിട്ട് 35 ഡേയ്സ് കഴിഞ്ഞ് എന്നോട് പറയാന്ന് പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെ ഞാൻ ബിഗ് ബോസിന് അയച്ചു. ഒന്നാമത്തെ കാര്യം. പിന്നെ പേജ് ഹാൻഡിൽ ചെയ്യുന്ന കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലിജോ എന്നൊരു വ്യക്തി എനിക്ക് കുറെ ദിവസമായി പിന്നെ വാട്സപ്പിൽ എനിക്ക് സെക്കൻഡ് നമ്പർ ഉണ്ട്, കാര്യങ്ങൾ വിളിച്ച് കുറെ ദിവസമായിട്ട് വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നു. ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞു ലിജോനോട്, നിനക്ക് എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ ആ മഴവിൽ ഗ്രൂപ്പായിട്ട് എന്തെങ്കിലും എനിക്ക് ഞാനുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ പേജ് ആ ക്രിയേറ്റർ പിന്നെ ശ്രീരാജേട്ടൻ ആ നമ്പർ കൊടുക്കുക, കാര്യങ്ങൾ അയാൾക്ക് സൂചിപ്പിക്കുക, അയാൾ അതിനുള്ള
പിന്നെ കാര്യങ്ങൾ എടുക്കും. അപ്പൊ വ്യക്തിപരമായിട്ട് എന്നെ കുറേ ആയിട്ട് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ സെക്കൻഡ് നമ്പറിന് പണിയെടുക്കുന്നുണ്ടെന്ന്. അപ്പൊ ഞാൻ ഒരു ഷോയിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നെ സ്നേഹിക്കുന്ന എന്നെ പിന്നെ ഇതാക്കാൻ കുറെ കൂട്ടുകാർ എനിക്ക് സപ്പോർട്ട് ചെയ്യാനും ഇതാക്കാനും കുറെ പുറത്തെ ആൾക്കാരുണ്ടാവും. അതൊന്നും കണ്ട് ഇവരാരും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു പിന്നെ ക്രെഡിബിലിറ്റി ആയിട്ട് ഞാൻ കാണുന്നത്. എന്നെ സ്നേഹിക്കുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വോട്ട് ചോദിക്കുന്നുണ്ടെങ്കിലും അപ്പൊ എന്നെ വ്യക്തിപരമായിട്ട് ഇങ്ങനെ പുറത്ത് എനിക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ആരും പിന്നെ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിന്റെ ക്ലാരിഫിക്കേഷൻ, എന്റെ പേജിന്റെ ക്ലാരിഫിക്കേഷൻ ഞാൻ തന്നു ബിഗ് ബോസിന്. പിന്നെ സെക്കൻഡ് നമ്പറിന്റെ ക്ലാരിഫിക്കേഷൻ എനിക്ക് തരാൻ പറ്റില്ല, കാരണം എനിക്കറിയില്ല ആ നമ്പറിനെ കുറിച്ച് എന്താണ് ആ കാര്യങ്ങൾ എന്ന് വെച്ചിട്ട്. അത് ബിഗ് ബോസ് പിന്നെ ലിജോ ആയിട്ട് അപ്പൊ അജ്മൽ ഓൾറെഡി എനിക്ക് ക്ലാരിഫിക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. എന്റെ കയ്യിൽ ആ ക്ലാരിഫിക്കേഷൻ ഉണ്ട്, എനിക്കത് ബോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇതിനെ പേരിൽ ആരും നമ്മളെ ആക്ടിവിറ്റി റൂമിലോ അല്ലെ എവിടെയും സംസാരിക്കുന്ന ആവശ്യമില്ല. സിരാജര കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. അപ്പം എവിക്ഷൻ ആരാണ് ഈ വീക്കിൽ പോകാൻ പോകുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് പോകാൻ പോകുന്നത് നമുക്ക് കാണാം. ആദ്യത്തെ വീഡിയോ. ഒന്ന് സൂം ചെയ്യും. 6 ഡയമണ്ട്. 6 ഡയമണ്ടിലും 6 പേരുടെയും ഫോട്ടോ ഉണ്ട്. ഓക്കെ. നാസില, ആസിഫ്, ലിജോ, അഖിൽ, സ്നേഹ, ജിതിൻ. ആദ്യം നമുക്ക് ഉണക്കിയിരിക്കാമോ? ആദ്യത്തെ ഒരു 2 മിനിറ്റ്. 6 പോയാലും ഞങ്ങൾക്ക് വിഷമം തന്നെയാ. പക്ഷെ ഇതൊരു ഗെയിം ഷോ ആ, ഗെയിമിനെ പാർട്ടായി തന്നെ ചിന്തിക്കുക. അപ്പോൾ ലെറ്റ്സ് ബിഗിൻ വിത്ത് ദ നോമിനേഷൻ പ്രോസസ്. ലിജോടെ നോക്കാം. ഗ്രീൻ ഡയമണ്ട് വരുന്നവര് സേവ് ആവും, റെഡ് ഡയമണ്ട് വരുന്നവര് ലിജോടെ നോക്കാം. ലിജോ സേവ്ഡ്. ലിജോ കൺഗ്രാറ്റ്സ്. താങ്ക് യു ബിഗ് ബോസ്. ഒതുങ്ങി കൂടാതെ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് പോവുക. എസ്പെഷ്യലി അടുത്ത വീക്ക് ഫിനാലെ വീക്കാ. നന്നായിട്ട് പെർഫോം ചെയ്യുക. ലിജോ ഒരുപാട് ഒതുങ്ങിപ്പോയി. നാസിലയുടെ നോക്കാം. നാദില കൺഗ്രാറ്റുലേഷൻ, സേവ്ഡ്. നാസില ഇനിയും കുറച്ച് നല്ല രീതിയിൽ ഇനിയും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ടിക്കറ്റ് പിന്നാലെയാണ്. നന്നായിട്ട് പെർഫോം ചെയ്യാം. കൺഗ്രാറ്റ്സ്. ഓക്കെ, താങ്ക് യു. ആസിഫിന്റെ നോക്കാം. ആസിഫ് സേവ്ഡ്, കൺഗ്രാറ്റുലേഷൻ. ആസിഫ് കുറച്ചുകൂടി ഇറങ്ങി കളിക്കുന്ന സമയം കഴിഞ്ഞു. ആസിഫിന് അല്ല, ഒരു കാര്യം ചോട്ടെ, ആസിഫ് എന്നാണ് താമസിക്കുന്നത്? ആസിഫ് താമസം ഉണ്ടായിരുന്നല്ലോ, എന്ന് ഒരുപാട് വൈകിയാണല്ലോ ആസിഫ് കയറിയത്. ഒരു മരണം. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. ആസിഫ് നന്നായിട്ട് കുറച്ചൊന്ന് ഇറങ്ങി കളിക്കുക. ആസിഫ് ഭയങ്കരമായിട്ട് ഒതുങ്ങിയാണ് നിൽക്കുന്നത്. ടിക്കറ്റ് ഫിനാലെ ആണ്. നന്നായിട്ട് പെർഫോം ചെയ്യാം. കൺഗ്രാറ്റ്സ്. അടുത്ത സ്നേഹയുടെ. സ്നേഹ സേവ്ഡ്, കൺഗ്രാറ്റുലേഷൻ. സ്നേഹടും പറയാനുള്ള ഇതേ ഉള്ളു, ആക്റ്റീവ് ആയിട്ട് കളിക്കുക. ഇനിയുള്ള ദിവസം ഭയങ്കര സീരിയസ് ഉള്ള ഇതാ. ആക്റ്റീവ് ആയില്ലെങ്കിൽ ഈ കിട്ടിയ പോയിന്റ്സ് തന്നെ ഡിഡക്ട് ചെയ്യാൻ തുടങ്ങും. അതിൽ ഒരു രീതിയിലെ മാറ്റമില്ല ഇനി. കൺഗ്രാറ്റ്സ്. അഖിലും ജിതിനും അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അഖിൽ ആൻഡ് ജിതിൻ എന്തെങ്കിലും പറയാനുണ്ടോ? പറയൂ. പ്രത്യേകിച്ച് ഇതായിട്ടൊന്നും പറയാനില്ല. എന്നാലും എത്രയും കാലം കൂടെ നിർത്തിയിട്ടുള്ള, ഇനിയിപ്പോ അങ്ങനെ മുന്നോട്ട് പോവാണെങ്കിലും എന്റെ ഗെയിം ഇതേപോലെ തന്നെ തുടരും. ഞാൻ ഇനിയും കൂടുതൽ മെച്ചപ്പെടാനാണ് ശ്രമിക്കുക. ഇനി അഥവാ അവിടെ പുറത്താവുകയാണെങ്കിൽ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത, എന്നെ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാവരോടും എന്നും നന്ദിയും കടപ്പാടും മാത്രമേ ഉണ്ടാവുള്ളൂ. ഉറപ്പായും ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ കളിക്കാൻ ശ്രമിക്കും. അഖിൽ എന്താണ് പറയാനുള്ളത്? അഖിൽ ഓൺലൈൻ ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്ത് പറയൂ. അഖിൽ അൺമ്യൂട്ട് ചെയ്ത് പറയൂ. ഭയങ്കര വിഷമമാണ്. കാരണം ഇത്രയും ദിവസം എല്ലാരും കൂടിയിട്ട് ഒരുമിച്ച് ഒരു വീട് പോലെ പോയിണ്ടായിരുന്നു. എല്ലാരും ഭയങ്കര കമ്പനി ആയിരുന്നു. പിന്നെന്താ പറയാ,
ഇതൊരു ഗെയിം ഷോ അല്ലേ അഖിൽ? ഞാൻ ഇതൊരു ഗെയിം ഷോ അല്ലേ? ഇതൊരു ഗെയിം ഷോ അല്ലേ? ഇത്രയും ദിവസം ഞാൻ മുന്നോട്ട് പോകുന്നു വിചാരിച്ചതന്നില്ല. ഞാൻ ഫസ്റ്റ് തന്നെ പോകുന്നൊക്കെ വിചാരിച്ചത്. പിന്നെ എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് കയറാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ അങ്ങനെയൊക്കെ എല്ലാവരോടും കളിക്കുകയാണെങ്കിൽ എന്നെ പോലെ കളിക്കരുത് എന്ന് പറയുള്ളൂ. വേറെന്താ പറയാ. നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് അഖിൽ, ജിതിൻ. കാരണം നിങ്ങൾ ഓരോ കണ്ടസ്റ്റൻസ് പോകുമ്പോഴും സത്യം വളരെ വിഷമത്തോടുകൂടിയാണ്. നിങ്ങൾ വോക്കൗട്ട് ചെയ്താലും ശരി, റെഡ് കാർഡ് വഴി പോയാലും ശരി, അല്ലാതെ പോയാലും ശരി, വളരെ സങ്കടത്തോടു കൂടിയാണ് ഞങ്ങൾ അത് വീക്ഷിക്കുന്നത്. എന്നാലും എവിക്ഷൻ എന്ന് പറഞ്ഞ ഷോയുടെ ഭാഗമാണ്, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. എന്നാലും അൾട്ടിമേറ്റ് ആയിട്ട് ഫൈനൽ 5 പേരെ വരത്തുള്ളൂ. അത് ഇനി വരുന്ന കണ്ടസ്റ്റൻസ് മീൻസ് ഇനിയുള്ള കണ്ടസ്റ്റൻസ് ആയാലും അവർക്ക് എല്ലാവർക്കും വരാൻ പറ്റില്ല. അത് കഴിവുള്ള 5 പേർക്ക് വരാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും പൊരുത്തപ്പെടാം. ആരാണ് പോകുന്ന ആ വ്യക്തികൾ അല്ലെങ്കിൽ വ്യക്തി ആരാണ്? അടുത്ത അഖിലിന്റെ നോക്കാം ആദ്യം. അഖിൽ ഔട്ട് ആയി പോയി, എലിമിനേറ്റ് എവിക്റ്റഡ് ആണ്. ഓക്കെ, അഖിൽ എവിക്റ്റഡ് ആണ്. ജിതിൻ അഖില് സേവ്. അഖിലിന് എന്താണ് പറയാനുള്ളത്? അഖിലിന് എന്താണ് പറയാനുള്ളത് ഈ ഷോയെ കുറിച്ച്, അല്ലെങ്കിൽ ഈ ഷോയിൽ ഇത്ര നാളത്തെ ആ ഒരു മീൻസ് പോക്കിനെ കുറിച്ചും അല്ലെങ്കിൽ കണ്ടസ്റ്റൻസോട് എന്താണ് പറയാനുള്ളത്? ഷോ അടിപൊളിയായിരുന്നു. എല്ലാരും ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇതിലിപ്പോ ആണെങ്കിൽ നിങ്ങളാണെങ്കിൽ സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിലും കൂടിയിട്ട് നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഒരുപാട് പേരുടെ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യാന്നല്ല, ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ട് ചെയ്യണത് എല്ലാരും. അപ്പൊ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ടൈമൊക്കെ നോക്കി എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ എല്ലായിടത്തും പറയാനുള്ളത് ഞാൻ പോവാട്ടോ, ബൈ. അഖിൽ, നിങ്ങൾ നല്ലൊരു പ്ലെയർ ആയിരുന്നു. നന്നായിട്ടാണ് കളിച്ചത്. നിങ്ങളുടെ എല്ലാവരുടെയും അവിടെ മറുപടികളും കാര്യങ്ങളും നിങ്ങളുടെ ആക്ടിവിറ്റീസ് എല്ലാം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏകദേശം 14ഓളം വരുന്ന ഞങ്ങളെ പാനൽ മെമ്പേഴ്സ് എല്ലാം ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ നല്ലൊരു പ്ലെയർ ആയിരുന്നു. പക്ഷെ പറഞ്ഞില്ലേ, ഈ പല ഘടകങ്ങളുണ്ട്. ആ വോട്ട് അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല. എന്നാലും നിങ്ങൾ നല്ലൊരു പ്ലെയർ ആയിരുന്നു. ഇനിയും ഈ ഷോയുടെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ വരണം. നിങ്ങളെ പല കാര്യത്തിൽ ക്ഷണിക്കും. നിങ്ങൾ പോകുന്നത് നിങ്ങൾ നമ്മുടെ ഫാമിലിയിലുള്ള വ്യക്തിയാണ്. പറഞ്ഞില്ലേ, ഈ സീസൺ 1 കണ്ടസ്റ്റന്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു ക്രെഡിബിലിറ്റിയും അതിന്റെ ഒരു ക്രൈറ്റീരിയയും നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. അഖിൽ, ഹൃദയത്തിലെ ഭാഷയില് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളെ കൂടെ 21 ദിവസം കൂടെ നിൽക്കാൻ വേണ്ടി. താങ്ക് യു സോ മച്ച്. അഖിൽ, ഒരു കാര്യം പറ്റും. അഖിലിനെ ഞാൻ ആദ്യം ഇൻട്രോ കാണുമ്പോൾ ഒരു സയൻസ് ഫെയർ കണ്ടസ്റ്റന്റ് ആയിട്ട് എന്റെ മനസ്സിൽ കരുതിയ വ്യക്തിയാണ്. അഖിലിനോടൊക്കെ അഖിലിന്റെ ഗെയിമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. തുറന്നു മറ്റുള്ള കണ്ടസ്റ്റൻസ് കേൾക്കുമ്പോൾ എങ്ങനെ തോന്നും എന്ന് എനിക്കറിയില്ല. പക്ഷേ വളരെ ഞെട്ടലോടുകൂടിയാണ് ഞാൻ അത് അഖിലിന്റെ ഒരു എവിക്ഷനെ കുറിച്ച് സത്യം കേട്ടത്. കേട്ടപ്പം വളരെ വിഷമം തോന്നി. എനിക്ക് വളരെ വിഷമം തോന്നി. ഞാനും ഭയങ്കര രസമായിട്ട് കളിച്ചു പോകാൻ തന്നെ വിചാരിച്ചു ഫസ്റ്റ് 2 ആഴ്ച. പക്ഷെ പിന്നീട് കുറച്ച് പ്രശ്നങ്ങൾ കയറി വന്നപ്പോ ഫോൺ തന്നെ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ കയറി വന്നു, അതാണ്. ഓക്കെ അഖിലിന്റെ ആ ഒരു സ്പിരിറ്റ് ഞാൻ മനസ്സിലാക്കുന്നു. അഖിൽ ഇനി ഉണ്ടാവും, നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാവും. അഖിലിനെ നമ്മൾ കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അഖിൽ മ്യൂട്ട് ചെയ്തോളൂ. അപ്പോൾ ഈ ബിഗ് ബോസ് സീസൺ, മലയാളം ബിഗ് ബോസ് സീസൺ 1 എപ്പോഴും ട്വിസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എപ്പോഴും ട്വിസ്റ്റുകളാണ്. നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് ഇവിടെ സംഭവിക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു, ബിഗ് ബോസ് സീസൺ മലയാളം ബിഗ് ബോസ് സീസൺ 1 നമ്മൾക്ക് 20 കണ്ടസ്റ്റന്റും 5 വൈൽഡ് കാർഡുമാണ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു. 4 വൈൽഡ് കാർഡുകൾ നമ്മൾ പുറത്തുനിന്നും 1 വൈൽഡ് കാർഡ് നമ്മൾ മാറ്റിയിടുന്നത്. ഈ ഷോയിൽ നിന്നും ഇജക്റ്റ് ആയി പോവുകയോ എവിക്റ്റ് ആയി പോവുകയോ എന്തെങ്കിലും കാരണവശാൽ പോകുന്ന ഒരു കണ്ടസ്റ്റന്റിനെ തിരിച്ചു വിളിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ പുറത്ത് പറഞ്ഞില്ല, അതായിരുന്നു ഞങ്ങൾ വെച്ചിരുന്ന സംഭവം. അപ്പോൾ ഒരുപാട് കണ്ടസ്റ്റൻസിനെ ഞങ്ങൾ അതിനകത്ത് മീൻസ് പോയ കണ്ടസ്റ്റൻസിനെ ഞങ്ങൾ ഒരുപാട് പേരെ ഞങ്ങൾ ചിന്തിച്ചിരുന്നു, 100% ചിന്തിച്ചിരുന്നു. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ അത് വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ വെച്ച് താമസിക്കുക, ഇനി അങ്ങോട്ട് പോകും തോറും അത് വെച്ച് താമസിപ്പിച്ച് ചെയ്യാൻ ഒരുപാട് അനീതിയാവും എന്നുണ്ടായത് ഇന്ന് തന്നെ ആ വൈൽഡ് കാർഡ്, ഇതോടുകൂടി വൈൽഡ് കാർഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ആ വൈൽഡ് കാർഡ് ആരായിരിക്കും ആ വൈൽഡ് കാർഡ്? നിങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നുണ്ടോ ആ വൈൽഡ് കാർഡ് ആയിരിക്കും? ഞങ്ങളെ ലാസ്റ്റ് വൈൽഡ് കാർഡ് എൻട്രി ചെയ്യാം. ലാസ്റ്റ് വൈൽഡ് കാർഡ് ആ വൈൽഡ് കാർഡ് എവിടെ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വൈൽഡ് കാർഡ് എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ആ വൈൽഡ് കാർഡിന് ഇവിടെ സംസാരിക്കാൻ പറ്റുമോ? അൺമ്യൂട്ട് ചെയ്ത് വീഡിയോയിൽ വരാൻ പറ്റുമോ? അപ്പൊ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുമോ? വീഡിയോ ഓൺ ആക്കാം. താരാലക്ഷ്മിയാണ്. സമയമുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇറങ്ങാൻ. സംസാരിക്കൂ.
ആ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്ന ആൾ തന്നെ സംസാരിക്കൂ. എന്താണ് ഇങ്ങനെ ഈ ഒരു വൈൽഡ് കാർഡ് ആയിട്ട് വരാൻ വേണ്ടി ഒരു പ്രിഫറൻസ് കിട്ടാൻ വേണ്ടി മനഃപൂർവ്വം സീക്രട്ട് റൂം ആവശ്യപ്പെട്ട് താങ്കൾ പോകുമ്പോൾ താങ്കൾ എന്താണ് കരുതുന്നത്? താങ്കൾ സീക്രട്ട് റൂമിലായിരുന്നു, ഇന്നലെ പോലീസ് സീക്രട്ട് റൂമിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്താണ് ഇങ്ങനെ ഒരു തീരുമാനത്തിനകത്ത് എത്തിച്ചേരാൻ അല്ലെങ്കിൽ എത്തിപ്പെടാൻ താങ്കൾ മുതിർന്നത്? എന്താണ് താങ്കൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? പറയൂ. ഇതെല്ലാം റഷാദ് ഡിസൂസയുടെ ഒരു ഗെയിം പ്ലാൻ മാത്രം. ചിരി വരുന്നില്ല. ചിരി വരുന്നില്ല. എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം തരണേ. എനിക്കും സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ ഒരു അവസരം തരണേ. എനിക്ക് കൂടെ തന്ന കൊള്ളായത്. നമ്മള് ലെഫ്റ്റ് അടിച്ച് പോയിട്ട് ഇതേപോലെ വൈകുന്നേരമായിട്ട് കയറി മതിയായിരുന്നല്ലോ. വിചാരിച്ചിട്ട് ഇന്ന് ഔട്ടായി പോകുന്നു വിചാരിച്ചിട്ട് ഇന്നലെ പോയിട്ട് ഇന്ന് തിരിച്ചു വന്നു. ആ സത്യം. നമുക്ക് ഇതോടെ ചെയ്താൽ പോരായിരുന്നു. ലെഫ്റ്റ് അടിച്ച് നമുക്ക് കയറിയാൽ മതിയായിരുന്നല്ലോ. അന്ന് ഞാനും നാളെ തൊട്ട് ലെഫ്റ്റ് അടിക്കുക. എവിഷന് വരുവാണെങ്കിൽ ലെഫ്റ്റ് അടിച്ചിട്ട് ഞാൻ തിരിച്ചു കയറാം. ഒരു രക്ഷയില്ല. അങ്ങനൊന്നും ചിന്തിക്കണ്ട. ഇത് റാഷ ഡിസൂസ ടാസ്ക് പാനലിനെ കൂടെ അറിവോടുകൂടിയാണ് പോയത്. ഇതൊരു സീക്രട്ട് ടാസ്ക് ആയിരുന്നു. ഇത് ഞങ്ങൾ പ്രീ പ്ലാൻ ചെയ്തിരുന്നതാണ് 100%. ഓക്കെ, ഇത് ഒരു സീക്രട്ട് ടാസ്ക് ആയിരുന്നു. അപ്പൊ റാഷ, എന്താണ് റാഷയ്ക്ക് ആ സീക്രട്ട് ടാസ്കിനെ കുറിച്ചും ഇതിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറയും. കേൾക്കാൻ താല്പര്യമുണ്ട്. ഞാൻ വന്നത് ഇവിടെ പലർക്കും പേടിയായിരിക്കുന്നു. പലരും പേടിച്ച് വിറക്കാണ്. പേടിച്ചില്ല ഇന്നലെ ലെഫ്റ്റ് ആയി പോയത്. എടോ ഇതൊരു ടാസ്ക് ആണെന്ന് പറഞ്ഞില്ലേ, സീക്രട്ട് ടാസ്ക്. ഒരു മിനിറ്റ് ലിജോയ്ക്ക് ഒരു സീക്രട്ട് ടാസ്ക് തന്നായിരുന്നു. ലിജോ അത് ചെയ്തായിരുന്നോ? ഞാൻ ചെയ്യാനത് മാക്സിമം ഞാൻ നോക്കി. പക്ഷെ അത് കുറച്ചൊക്കെ നടന്നായിരുന്നു. ഞങ്ങളിവിടെ കണ്ടോണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പറയുന്ന റാഷ ഡിസൂസ ഇവിടുന്ന് അങ്ങനെ വാക്കൗട്ടായി പോയതല്ല. ഇതൊക്കെ ബിഗ് ബോസിന്റെ തന്നെ ഒരു ഗെയിം പ്ലാൻ ആയിരുന്നു. എന്താണ് റാഷ പോയാൽ നിങ്ങളുടെ നിലപാട് എന്താണ്, തീരുമാനം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തതാണ്. റാഷ ഡിസൂസ പോയിട്ടില്ലായിരുന്നു, ഞങ്ങൾ സീക്രട്ട് റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. റാഷ ഡിസൂസ, വെൽക്കം ബാക്ക്. താങ്ക് യു. ഞാൻ അങ്ങനെ പോയതുകൊണ്ട് ഇവിടെ പലരുടെയും മനസ്സിലിരിപ്പ് അറിയാൻ കഴിഞ്ഞു. അതന്നെ വലിയൊരു ഭാഗ്യം. ഇതില് വലിയ പുണ്യം ഇനി ചെയ്യാനില്ല. അപ്പൊ റാഷ ഡിസൂസ നന്നായിട്ട് നിന്ന് കളിക്കുക. നല്ല ഗെയിം പ്ലാനോട് മുന്നോട്ട് പോവുക. മത്സരം കടുക്കുകയാണ്. ഇനി ഇതുപോലെ നിന്ന് ഗെയിം കളിച്ചാൽ പോരാ. ഗെയിമിന്റെ പ്ലാനുകൾ മാറണം, ആകെ മാറണം, ടോട്ടലി ചേഞ്ച് ആവണം. ഓക്കെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയൂ. ജിതിനോടാണ്. ജിതിനൊന്ന് വീഡിയോ ഓൺ ആക്കണം. ജിതിന് വിഷമം വന്നു തിരിച്ചു വന്നത്. അല്ല, ഒരു കാര്യം പറയാം. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കണം. ഇനി ഒരു പുതിയ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. ഇനി പഴയ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇതുവരെ അവൾക്കെതിരെ മത്സരം കളിക്കാനേ നോക്കിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം, കാരണം ഞാൻ അവളെ മത്സരാർത്ഥിയായിട്ടേ കാണുന്നില്ല. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഇത് ഒരു വലിയൊരു സംഭവമായിട്ട് തോന്നുന്നു. തിരിച്ചു വന്നപ്പോൾ എനിക്കത്, കാരണം എന്നെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് ലെഫ്റ്റ് ആയി പോയത്. അത് എന്ത് ടാസ്ക് ആയാലും ശരി, എന്നെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു. ഞാനത് ഇപ്പോഴും വോയിസ് ആയി കേട്ടിട്ടില്ല. സത്യം പറയുകയാണെങ്കിൽ അത് ഓപ്പൺലി പറയാം. കാരണം ഞാൻ എന്താ വെച്ചാൽ, എനിക്ക് എന്റെ ഗെയിം, എന്റെ മുന്നിൽ ഒരു ഗെയിം ഉണ്ട്. ആ ഗെയിം പ്ലാൻ ആയിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ റഷയ്ക്ക് എന്ത് പറയാനാണെങ്കിലും പറഞ്ഞോട്ടെ, അത് അവളുടെ ഗെയിം പ്ലാൻ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുള്ളൂ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ പലരെയും പലതും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്ത തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ ഇനി സോറി പറഞ്ഞു. പക്ഷെ ഇന്നലെ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞ എന്താ വെച്ചാൽ, എനിക്ക് കുറ്റബോധം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ ഞാൻ കരയാൻ പോയി. പക്ഷെ ഞാൻ കരഞ്ഞാൽ ഞാൻ അവിടെ തോറ്റുപോകും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചിരിച്ച് സംസാരിച്ച്. ഞാൻ ചിരിച്ചപ്പോ എന്റെ കരച്ചിൽ പോയി. അത്രേ ഉള്ളൂ. അപ്പൊ ജിതിനോട് ഞാൻ മനസ്സിലായിട്ട് സോറി പറയാണ്. റിയലി സോറി. ഞാൻ ഒരു ഗെയിം ഞാൻ വോയിസിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ബിഗ് ബോസ് ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് ജിതിനോട് കത്ത് കൊടുത്ത ഒരാളെ കൊല്ലാൻ വേണ്ടി ഞാൻ ജിതിന് അതും ചെയ്യും. ഗെയിമിന്റെ ഭാഗമായിട്ട് എന്ന് ഞാൻ വോയിസിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അല്ലാതെ അവന് പേഴ്സണലി അങ്ങനെയാണെന്നോ പേഴ്സണലി അങ്ങനെ ചെയ്യണമാണെന്ന് ഞാൻ ഉദ്ദേശിച്ചില്ല. ഇതൊക്കെ എന്റെ ഒരു ഗെയിം. ഞാനത് ഇപ്പൊ റിയൽ ബിഗ് ബോസില് ഓരോരുത്തരും എന്തൊക്കെ പറയുന്നുണ്ട് കാര്യങ്ങളായിട്ട്. അപ്പൊ ഇത് എനിക്ക് അതുകൊണ്ടാണ് എനിക്ക് സങ്കടം വന്നു. അതുകൊണ്ട് എനിക്ക് ഇന്നലെ ശരിക്കും സോറി പറയാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് ഞാൻ മനസ്സറിഞ്ഞുകൊണ്ട് സോറി പറയാണ്. എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ. എല്ലാം കോംപ്ലിമെന്റ്സ് ആയിരിക്കുന്നു. എല്ലാം കോംപ്ലിമെന്റ്സ്. ഇനി ആര് തമ്മിലൊരു വിഷയമില്ല. പുതിയ ഒരു തുടക്കമായിട്ട് മുന്നോട്ട് പോകാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്.
എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാനിപ്പോ സേവ് ആയി. എനിക്ക് എന്റെ കൂടെ ഇത്രയും കാലം എന്നെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ എനിക്ക് അവരോടൊക്കെ നന്ദി പറയാനുണ്ട്. വീണ്ടും വീണ്ടും ഞാൻ പറയാണ്, ഇനിയും ചിലപ്പോ എവിക്ഷനിൽ വരും. എല്ലാവരും എന്നെ വോട്ട് ചെയ്ത് സേവ് ചെയ്യണമെന്നാണ് ഞാൻ പറയൂ. ഓക്കെ, അതെനിക്ക് പറയാൻ പറ്റില്ല. ഇതിനിടെ കൂടെ വോട്ട് കൊടുത്തോ? മ്യൂട്ട് ചെയ്യടാ എല്ലാവർക്കും. ഒരു മിനിറ്റ്, എനിക്കൊരു 2 കാര്യം പറയാം. 21 ദിവസം ഇനി ഒരു 14 ദിവസം കൂടി. നിങ്ങൾക്കൊക്കെ ഞാൻ ഒരു കാര്യം പറയാം. എന്നെ സംബന്ധിച്ച് 24 പേരും പ്രിയപ്പെട്ടതാണ്. ഞാൻ ഒരു രീതിയിലെ ഫേവറിസം അല്ല, എന്റെ ടീം ഒരു രീതിയിലെ ഫേവറിസം ഇല്ല. നിങ്ങൾക്ക് കളിക്കാനുള്ള സമയമായി കഴിഞ്ഞു. ഇനി ഗെയിം ഓണാ. കളിച്ചില്ലെങ്കിൽ വെളിയോട്ട് പോകും. അപ്പൊ ഒന്നുകൂടെ പറയാം എല്ലാം നിങ്ങളുടെ വ്യക്തിഗത പോയിന്റുകൾ നിങ്ങൾ അവസാനത്തിൽ എത്തിക്കുന്ന പോയിന്റുകളാണ്. മാക്സിമം വ്യക്തിഗത പോയിന്റുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഏറ്റവും കൂടുതൽ വ്യക്തിഗത പോയിന്റ് കിട്ടുന്ന വ്യക്തി ഫൈനൽ ഫൈൽ വരുന്നതായിരിക്കും. അത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. ഓക്കെ, അതിലൊരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യാം. ഇതുവരെ വന്നേക്കിന് ടോപ്പ് 1 ഡയറക്റ്റ് ഫിനാലെ വീക്കില് ഫസ്റ്റ് ഫൈനലിസ്റ്റ്. അത് ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ മോർണിംഗിൽ നിങ്ങളുടെ മുമ്പിൽ ആ റിസൾട്ട് വരും. ഫസ്റ്റ് ഫൈനലിസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോ ബിഗ് ബോസ് സീസൺ 1 ടെസ്റ്റുകളുടെ പെരുമഴയാണ്. ഇനിയും 1 ടെസ്റ്റുകൾ നിങ്ങൾ കാണാൻ കിടക്കുന്നു. ഞങ്ങളോടൊപ്പം കാതോർത്തിരുന്ന എല്ലാവർക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും വീക്കെൻഡ് എപ്പിസോഡുകൾ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ് ശ്രീരാജ്. അപ്പൊ എല്ലാ ഒരു മിനിറ്റ്, ഇതുപോലെ സരിതേനെയാണ് കൊണ്ടുവന്ന കൊള്ളായിരുന്നു. സരിത പോയതും റഷ് പോയതും ഡിഫറൻസ് ഉണ്ട്. സരിത വർക്ക്ഔട്ട് ചെയ്തു. അതിനെപ്പറ്റി ചർച്ചയില്ല. ഇത് നല്ല ആക്റ്റീവായിട്ടുള്ള മനുവേട്ടം വന്നായിരുന്നെങ്കിൽ ഇച്ചിരി നല്ലോണം നമുക്ക് ഗെയിം കളിക്കാൻ ഉഷാറ് വന്നായിരുന്നു. ഓക്കെ, റാഷ്യം കൊണ്ടൊന്നും പറ്റുമോ തോന്നുന്നില്ല. റാഷ്യം കൊണ്ടൊന്നും പറ്റുമോ തോന്നുന്നില്ല. റാഷി ഇനിയെങ്കിലും നല്ലോണം കളിച്ചാൽ മതി. എന്നാ കൊഞ്ചനൊക്കെ മാറ്റി നല്ല രീതിയിൽ റാഷിനെ കളിച്ചാൽ മതിയായിരുന്നു. അതെ, സ്ക്രീൻ റെക്കോർഡിംഗ് ഓഫ് ആണോ? സ്ക്രീൻ റെക്കോർഡിംഗ് ഓഫ് ആക്കിയോ?